ദൈവത്തിന് ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ സഹായത്തിൽ എഎൻ അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ശിവ ചേട്ടാ. ഹായ് ഹിബു ചേട്ടാ. ഹായ്. ഹായ് എല്ലാവർക്കും ഹായ്. നമ്മളിപ്പോ ഭാര്യമാരോടെന്നുള്ള അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെയൊക്കെ സംസാരിച്ചു. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാലേ ഒരു കാര്യം മനസ്സിലാവും. ബിഗ് ബുക്കിന്റെ എല്ലാ ചാപ്റ്റേഴ്സിലും ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ള ഏറ്റവും കൂടുതൽ പേജ് ഉള്ളത് 2 വൈഫ്സിനാണ്. പ്രത്യേകിച്ച് അതിന് 18 പേജാണുള്ളത്. ബിൽ സ്റ്റോറി 16 പേജ്. ഒരു സെക്കൻഡ്, ഒരു മുഴക്കം. ബിൽ സ്റ്റോറി 16 പേജാണ്. മോർ അബൌട്ട് ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ അത് there is a solution 13 പേജാണ്. മോർ അബൌട്ട് ആൽക്കഹോളിസം 14 പേജാണ്. വി അഗ്നോസ്റ്റിക്സ് 14 പേജാണ്. ഹൗ ഇറ്റ് വർക്ക്സ് 14 പേജാണ്. ഇൻടു ആക്ഷൻ 17 പേജാണ്. വർക്കിംഗ് വിത്ത് അതേഴ്സ് 15 പേജാണ്. ഭാര്യമാരോടെന്നുള്ള ഈ അധ്യായം 18 പേജാണ്. ദ ഫാമിലി ആഫ്റ്റർവേർഡ് 14 പേജാണ്. ടു എംപ്ലോയേഴ്സ് 15 പേജാണ്. എ വിഷൻ ഫോർ യു എന്നത് 14 പേജാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ ഏറ്റവും, അല്ലെങ്കിൽ ബിഗ് ബുക്കിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പേജുകൾ വിവരിക്കാൻ വേണ്ടി പേജുകൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഭാര്യമാരോടാണ്. പക്ഷേ പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ 2 അധ്യായങ്ങൾ, ഒന്ന് 2 വൈഫ്സും 2 എംപ്ലോയീസും, ഈ 2 അധ്യായങ്ങൾ വളരെയധികം അവഗണന നേരിടുന്നതായി നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഒക്കെ ലേഖനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ഈ കോൺഫറൻസുകളിൽ ഇതിനകത്ത് കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് വൃത്തങ്ങളിലുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല എന്നാണ് പലപ്പോഴും GCC അല്ലെങ്കിൽ ജനറൽ സർവീസ് കോൺഫറൻസ് GSC അവിടെ ഫ്ലോറിൽ പറയാറുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ന് ഭാര്യമാര് അന്ന് 1939 നമ്മുടെ ഈ ലേഖനം, സോറി, ഈ അധ്യായം എഴുതിയത്. പക്ഷേ ഒരു മിനിറ്റ്, അദ്ദേഹത്തിന്റെ ഈ ലേഖനം എഴുതിയത് 1939 ഏപ്രിൽ മാസമാണ് ഈ ചാപ്റ്റർ എഴുതിയത്. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ ഇന്നത്തെ ഉള്ള പരിഗണനയോ അർഹിക്കുന്ന ഒരു പരിഗണനയോ ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സമയമല്ല. ഇന്നത്തെ പോലെ എല്ലാ വീട്ടിൽ നിന്നും സ്ത്രീകൾ ജോലിക്ക് പോകുന്ന ഒരു അന്തരീക്ഷമല്ല അന്ന്. സ്ത്രീകളുടെ ഒരു കർത്തവ്യം വീട്ടില് കുട്ടികളെ നോക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ കാലം 90 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ബിഗ് ബുക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 90 അല്ലെങ്കിൽ 86 വർഷമായി. അപ്പം അത്രയും കാലം പിന്നിട്ടിരിക്കുന്നു. അപ്പം കൂടുതൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നും എന്നൊക്കെ പ്രത്യേകിച്ച് LGBTQ അങ്ങനെയുള്ള ആളുകളൊക്കെ അവകാശപ്പെടാറുണ്ട്. അപ്പൊ അതിന്റെ ചരിത്രത്തിന്റെ ഭാഗങ്ങളും അല്ലെങ്കിൽ അതിനകത്തേക്കുള്ള കുറെ കോൺട്രവേഴ്സിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് നേരിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാണ് ചെയ്തത് നമുക്കറിയാം. ഒന്ന് 2 വൈഫ്സിന്റെ പാർട്ട്നേഴ്സിനോടുള്ള ആദ്യത്തെ ഭാഗം പാർട്ട്നേഴ്സിനോടുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം അൺഹാപ്പി ഹോംസ്, അതായത് അസന്തുഷ്ടി നിറഞ്ഞ വീടിനെ പറ്റി സംസാരിച്ചു. മൂന്നാമത്തെ ഭാഗം ട്രൈയിങ് എവരി ഓപ്ഷൻ, എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു നോക്കി. അടുത്ത ഭാഗം പ്ലേയിങ് ദ ബ്ലെയിം ഗെയിംസ്, അടുത്ത കുറ്റാരോപിത മത്സരങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ 4 ടൈപ്പുള്ള പ്രോബ്ലം ഉള്ള ഡ്രിങ്കേഴ്സിനെ പറ്റി പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടോക്കിംഗ് അബൌട്ട് ആൽക്കഹോളിസം വിത്ത് യുവർ പാർട്ണർ, നിങ്ങളുടെ പങ്കാളിയോട് ഈ ആൽക്കഹോളിസത്തെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് ആണ് പറയാം. അപ്പൊ അത് വായിക്കാവോ റോമൻ? ഇപ്പൊ വായിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ വാക്യാണ് പേജ് 111, ലാസ്റ്റ് പാരഗ്രാഫ്. ടോക്കിംഗ് അബൌട്ട് ആൽക്കഹോളിസം വിത്ത് യുവർ പാർട്ട്നേഴ്സ്. വിജയത്തിന്റെ ഒന്നാമത്തെ തത്വം നിങ്ങൾ ഒരിക്കലും കോപിഷ്ഠയാകരുത് എന്നാണ്. നിങ്ങളുടെ ഭർത്താവ് തീരെ അസഹ്യമായ രീതിയിൽ പെരുമാറുകയും നിങ്ങൾക്ക് അയാളിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കേണ്ടി വരികയും ചെയ്യേണ്ടി വന്നാൽ പോലും കഴിയുന്നതും നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഉൾപ്പകയും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ക്ഷമയും ശാന്തചിന്തയും വളരെ അത്യാവശ്യമാണ്. അയാളുടെ കുടിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഒരാളോട് ഒരിക്കലും പറയരുത് എന്നാണ് ഞങ്ങളുടെ അടുത്ത നിർദ്ദേശം. നിങ്ങളൊരു കുറ്റം പറച്ചിലുകാരിയോ
രസം കൊല്ലിയോ ആണ് എന്ന് അയാൾക്ക് തോന്നിയാൽ അയാളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയോജനകരമായി നിർവഹിക്കുന്നതിനുള്ള നിങ്ങളുടെ സാധ്യത വട്ടപൂജ്യമാണ്. വീണ്ടും ഒരുപാട് കുടിക്കുന്നതിനുള്ള ഒഴിവ് കഴിവുകായി അയാൾ അതിനെ ഉപയോഗിക്കും. ശരിയായ രീതിയിൽ മനസ്സിലാക്കപ്പെട്ടിട്ടില്ലാത്തതായി അയാൾ നിങ്ങളോട് പറയും. ഇത് നിങ്ങളെ ഏകാന്തമായ സായാഹ്നത്തിലേക്ക് നയിച്ചേക്കാം. അയാളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും തേടിയേക്കാം. മിക്കപ്പോഴും മറ്റൊരു പുരുഷനായിരിക്കണമെന്നില്ല. അപ്പോ ടോക്കിംഗ് അബൌട്ട് ആൽക്കഹോളിസം വിത്ത് യുവർ പാർട്ണർ, നമ്മുടെ പങ്കാളിയോട് മദ്യാസക്തിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്ന ഇത് പറയുന്നത്. ബിഫോർ യു ടോക്ക് അബൌട്ട് ആൽക്കഹോളിസം ടുഗദർ, യു മൈറ്റ് സജസ്റ്റ് ദാറ്റ് യുവർ പാർട്ണർ റീഡ് ദിസ് ബുക്ക്. ആൽക്കഹോളിസം അനോണിമസിൽ വരുന്ന ഭാര്യമാരോട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോട്, സുഹൃത്തുക്കളോട്, ഡോക്ടേഴ്സിനോട്, ആരും ആകാം. അതായത് ആൽക്കഹോളിക്കിനെ സ്നേഹിക്കുന്ന ആരും ആകാം. അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആദ്യം നിർദ്ദേശം എന്താണ്? ആൽക്കഹോളിസം അനോണിമസിന്റെ ബുക്ക് അവന് കൊടുക്കുക. ഓർ അറ്റ്ലീസ്റ്റ് ചാപ്റ്റർ 3 മോർ അബൌട്ട് ആൽക്കഹോളിസം. അപ്പം അതായത് ചാപ്റ്റർ 3 എന്താണ്? അധ്യായം 3 മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ഭാഗമെങ്കിലും ടെൽ ദം യു ഹാവ് ബീൻ വറീഡ് അബൌട്ട് ദം. നിന്നെ കുറിച്ച് ഞാൻ വേദന അനുഭവിക്കുന്നുണ്ട്, വിഷമം അനുഭവിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു അധ്യായമെങ്കിലും വായിക്കാനായിട്ട് അവനോട് സജസ്റ്റ് ചെയ്യാം. You think they ought to understand exactly what is happening to them. അവർക്ക് തീർച്ചയായും മനസ്സിലാവും എന്താണ് അവർക്ക് സംഭവിക്കുന്നത്. Say that you believe everyone should understand the risks of drinking too much. അപ്പം ഈ കൂടുതൽ കുടി അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ കുടിക്കുന്നതിലുണ്ടാകുന്ന അപകടങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നാണ്. ഷോ യുവർ പാർട്ണർ ദാറ്റ് യു ഹാവ് കോൺഫിഡൻസ് ഇൻ ദർ പവർ ടു സ്റ്റോപ്പ് ഓർ മോഡറേറ്റ്. അതായത് അവരുടെ ശക്തിയിൽ, അതായത് കുടി നിർത്താനുള്ള ശക്തിയിലും അല്ലെങ്കിൽ നിയന്ത്രിച്ചു കുടിക്കാനുള്ള അവരുടെ കഴിവിലും ഞാൻ ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെ അവരോട് പറയുക എന്നുള്ളതാണ്. Say that you believe everyone should understand, moderate. Say that you do not want to be a nag. എന്താണ് നാഗ്? അതായത് എപ്പോഴെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുക. അതായത് നീ കൂടുതൽ കുടിക്കുകയാണ്, അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ശകാരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നാഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പൊ സേ ദാറ്റ് യു ഡു നോട്ട് വാണ്ട് ടു ബി എ നാഗ്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരുത്തേണ്ടതില്ല എന്ന് അവനോട് പറയാം. എക്സ്പ്ലെയിൻ ദാറ്റ് യു ഓൺലി വാണ്ട് ദം ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത്. അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെന്നാണ് പാർട്ണർ പറയേണ്ടതാണ്. ബൈ പ്രസന്റിംഗ് ദീസ് ഐഡിയാസ്, ഇത്തരം ആശയങ്ങൾ വെക്കുമ്പോൾ യു മേ സക്സീഡ് ഇൻ ഇൻട്രസ്റ്റിംഗ് യുവർ പാർട്ണർ ഇൻ ടോക്കിംഗ് അബൌട്ട് ആൽക്കഹോളിസം. എന്തുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശങ്ങൾ വെക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ആൽക്കഹോളിക്കിനെ ബ്ലെയിം ചെയ്യാതെ, അവനെ ശകാരിക്കാതെ, അവനെ അധിക്ഷേപിക്കാതെ, അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അടിക്കടി കുറ്റപ്പെടുത്തി വേദനിപ്പിക്കാതെ ഇരിക്കുമ്പോൾ അവൻ ഒരു പക്ഷേ അവന്റെ ഈ ആൽക്കഹോളിസത്തെ പറ്റി സംസാരിക്കാൻ തയ്യാറാവും. എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറയാൻ സംസാരിക്കും. യുവർ പാർട്ണർ പ്രോബ്ലി ഹാസ് സെവറൽ ആൽക്കഹോളിക് ഫ്രണ്ട്സ് ഓർ അക്വൈൻറ്റൻസസ്. എന്ന് വെച്ചാല് നമ്മുടെ മദ്യാസക്തരായിട്ടുള്ള ആളുകൾക്ക് ആൽക്കഹോളിക് ആയിട്ടുള്ള കൂട്ടുകാരുണ്ടാവാം. അക്വൈൻറ്റൻസസ് എന്ന് വെച്ചാല് ബിസിനസ് പാർട്ട്നേഴ്സിനെയാണ് അക്വൈൻറ്റൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളെയും അങ്ങനെ വിളിക്കാറുണ്ട്. ഓക്കെ, യു കുഡ് സജസ്റ്റ് ദാറ്റ് യു ബോത്ത് ടേക്ക് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദോസ് ഫ്രണ്ട്സ്. അപ്പം അവരുടെ കുടിയെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയാ. ഡ്രിങ്കേഴ്സ് ലൈക്ക് ടു ഹെൽപ്പ് അതർ ഡ്രിങ്കേഴ്സ്. അതായത് ഇത്തരം കൂട്ടുകാര്, ഇത്തരം ബിസിനസ് പാർട്ട്നേഴ്സ് കുടിക്കുന്നവരോട് ഒരു നിർദ്ദേശം വെക്കുക ഇത്തരം കുടിയെ പറ്റി. കാരണം ഡ്രിങ്കേഴ്സ് ലൈക്ക് ടു ഹെൽപ്പ് അതർ ഡ്രിങ്കേഴ്സ്, അതായത് കുടിക്കുന്നവര് മറ്റു കുടിയന്മാരെ ഇഷ്ടപ്പെടുന്നു. യുവർ പാർട്ണർ മേ ബി വില്ലിംഗ് ടു ടോക്ക് ടു വൺ ഓഫ് ദം. ചിലപ്പോ കുടിക്കുന്ന ഒരുത്തനോട് എനിക്ക് കുടിപ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയാനായിട്ട് തയ്യാറാകും. ഇഫ് ദിസ് അപ്രോച്ച് ഡസ് നോട്ട് ഗ്രാബ് യുവർ പാർട്ണേഴ്സ് ഇൻട്രസ്റ്റ്, ഇറ്റ് മേ ബി ബെസ്റ്റ് ടു ഡ്രോപ്പ് ദ സബ്ജക്ട്. But after the first friendly talk, your partner will usually bring up the topic again. ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ഒരു പക്ഷേ നമ്മുടെ പാർട്ട്നേഴ്സിന് കൂടുതൽ താല്പര്യം ഉണ്ടാകണമെന്നില്ല. ഒരു പക്ഷെ അവര് ഈ വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ സംസാരവും നിർത്തിയേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള സൗഹൃദപൂർണമായ സംഭാഷണം പിന്നീട് എപ്പോഴെങ്കിലും ആ ടോപ്പിക്ക് അവരെ പൊക്കിക്കൊണ്ടുവരും. യു വിൽ നീഡ് ടു ബി പേഷ്യന്റ്. നമ്മൾ ക്ഷമയോടെ ഇരിക്കണം. ബട്ട് ഇറ്റ് വിൽ ബി വർത്ത് ദി വെയിറ്റ്. നമ്മൾ കാത്തിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്.
Meanwhile, you might try to help the partner of another serious drinker. ഇതേ സമയം മറ്റ് സീരിയസ് ആയിട്ടുള്ള ഡ്രിങ്കേഴ്സിനെ സഹായിക്കുക കൂടി ചെയ്യണം, പാർട്ട്ണറുമൊത്ത്. ഇഫ് യു ആക്ട് യൂസിങ് ദിസ് പ്രിൻസിപ്പൾ യുവർ പാർട്ണർ മേ സ്റ്റോപ്പ് ഓർ മോഡറേറ്റ്. അപ്പോൾ ഒരു പാർട്ട്ണറുമൊത്ത് മറ്റൊരു ആൽക്കഹോളിക്കിനെ സഹായിക്കാൻ കൂടി, അല്ലെങ്കിൽ സീരിയസ് ഡ്രിങ്കർ ആയിട്ടുള്ള ഒരാളെ സഹായിക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ ഈ തത്വം ഒരു പക്ഷെ ഇവരെ മോഡറേറ്റ് ചെയ്യാനോ കുടിയെ നിയന്ത്രിച്ചു കുടിക്കാനോ അല്ലെങ്കിൽ നിർത്താനോ സഹായിക്കും. ലെറ്റ്സ് സേ യുവർ പാർട്ണർ ഫിറ്റ്സ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് നമ്പർ 2. അപ്പം നമ്പർ 2 ഡിസ്ക്രിപ്ഷൻ എന്താണ് നമുക്കറിയാം അല്ലെ? എന്താണ് നമുക്ക് നോക്കാം. 2, നിങ്ങളുടെ ഭർത്താവ്, പേജ് നമ്പർ 109 നിങ്ങളുടെ ഭർത്താവ് നിയന്ത്രണമില്ലായ്മ കാണിക്കുന്നു. കാരണം അയാൾക്ക് അങ്ങനെ വേണമെന്ന് തോന്നുമ്പോൾ പോലും മദ്യം കഴിക്കാതെ ജീവിക്കാൻ കഴിയുന്നില്ല. കുടിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും പിടിവിട്ട അവസ്ഥയിൽ അയാൾ എത്തിച്ചേരുന്നു. ഇത് ശരിയാണെന്ന് അയാൾ സമ്മതിക്കുന്നു. പക്ഷെ കുറെ കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് അയാൾ ഉറപ്പിച്ചു പറയുന്നു. കുടിയിൽ നിന്നും പാടെ വിട്ടുനിന്നുകൊണ്ടും നിയന്ത്രിതമായ തോതിൽ മദ്യം കഴിച്ചുകൊണ്ടും പല രീതിയിൽ നിങ്ങളുടെ സഹകരണത്തോടു കൂടിയോ അല്ലാതെയോ അയാൾ അതിന് ശ്രമിക്കാൻ തുടങ്ങുന്നു. അയാളുടെ കൂട്ടുകാരെ അയാൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകാം. എങ്ങനെയോ അയാളുടെ ബിസിനസ് മോശമായ രീതിയിൽ എത്തിയിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ അയാൾ ദുഃഖാകുലനാകുന്നു. മറ്റാളുകളെ പോലെ കുടിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ അയാൾ ബോധവാനായി തീരുന്നു. അയാളുടെ പിരിമുറുക്കം തടഞ്ഞു നിർത്തുന്നതിനായി ചിലപ്പോൾ അയാൾ രാവിലെ മദ്യപിക്കുകയും പകൽ മുഴുവൻ അത് തുടരുകയും ചെയ്യുന്നു. കണ്ടമാനം കുടിച്ചു കൂത്താടിയതിനു ശേഷം അയാൾ സങ്കടപ്പെടുകയും കുടി നിർത്തണമെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ ആ ഘട്ടം വിട്ടുകഴിയുമ്പോൾ എങ്ങനെ തനിക്ക് അടുത്ത തവണ നിയന്ത്രിച്ച് മദ്യപിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുക തുറക്കുന്നു. ഈ മനുഷ്യൻ അപകടത്തിലാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഒരു യഥാർത്ഥ ആൽക്കഹോളിക്കിന്റെ പ്രധാന ലക്ഷണങ്ങളാണിവ. അയാൾക്ക് അയാളുടെ ബിസിനസ് കാര്യങ്ങൾ എപ്പോഴും നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകാം. അയാൾ ഒരു രീതിയിലെല്ലാം നശിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്കിടയിൽ പറയാറുള്ളത് പോലെ കുടി നിർത്തണമെന്ന ആഗ്രഹിക്കലാണ് അയാൾക്ക് വേണ്ടത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ അല്ലെ, ഒരു വിവരണം. 4 ടൈപ്പുള്ള ആൽക്കഹോളിക്കിനെ പറ്റി പറയുന്ന രണ്ടാമത്തെ ടൈപ്പിന്റെ ഒരു വിവരണം 110 പേജ് നമ്പർ 110 കൊടുത്തിട്ടുണ്ട്. അതാണ് അത്. The same principles that apply to partner number 1 still apply. അപ്പോ മറ്റേ ആദ്യത്തെ തത്വം എന്താണ്? But the same principles that apply to partner number 1 still apply. But after the next binge, ask them if they would really like to stop drinking for good. ഈ പറയുന്ന തത്വം, ഒന്നാമത്തെ തത്വം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടൈപ്പ് ആളുകളെ പോലെ തന്നെ അദ്ദേഹം പെരുമാറിയേക്കാം. എന്നിരുന്നാൽ പോലും വീണ്ടും അദ്ദേഹം കുടിക്കുമ്പോൾ, വീണ്ടും നെക്സ്റ്റ് ബെഞ്ച് എന്ന് വെച്ചാൽ അടുത്ത കുടി, ഒരു ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം അടുത്ത കുടിയിലേക്ക് എത്തുമ്പോൾ നിനക്ക് കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുക. ഇഫ് ദേ വുഡ് റിയലി ലൈക്ക് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഫോർ ഗുഡ്, എന്നേക്കുമായി കുടി നിർത്തണമെന്നും ആഗ്രഹമുണ്ടെന്ന്. ഡോണ്ട് ആസ്ക് ദം ടു ഡു ഇറ്റ് ഫോർ യു ഓർ ഫോർ എനിവൺ എൽസ്, ജസ്റ്റ് ആസ്ക് വെദർ ദേ വുഡ് ലൈക്ക് ടു. അതായത് അവരോട് പറയേണ്ടത് എന്താണ്? എനിക്ക് വേണ്ടി കുടി നിർത്താനല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെന്നാണ്. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ വായിച്ചാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു മുഴുകുടിയനായിരിക്കാം. അയാളുടെ കുടി സ്ഥിരമായിട്ടുള്ളതും അഥവാ ചില സന്ദർഭങ്ങളിൽ മാത്രം കൂടുതൽ തോതിലുള്ളതുമായിരിക്കാം. ഒരുപക്ഷെ അയാൾ മദ്യത്തിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നു. അത് അയാളെ മാനസികവും ശാരീരികവും തളർത്തുന്നുണ്ടാകാമെങ്കിലും അത് അയാൾ കാണുന്നില്ലായിരിക്കാം. ചിലപ്പോഴൊക്കെ നിങ്ങൾക്കും അയാളുടെ സുഹൃത്തുക്കൾക്കും ഒരു സഹികേടിന്റെ ഉറവിടമായി അയാൾ മാറിയിട്ടുണ്ടാകാം. മദ്യം തനിക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിലും മദ്യം തനിക്ക് യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ഉണ്ടാക്കുന്നില്ല എന്നതിലും തന്റെ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് മദ്യം ഒഴിച്ചുകൂടാത്തതാണെന്ന നിലപാടിലും അയാൾ ദൃഢമായ അഭിപ്രായം വെച്ചു പുലർത്തുന്നു. ഒരു അമിത മദ്യപാന രോഗി എന്ന് വിളിച്ചാൽ അത് അയാളെ അവഹേളിക്കുന്നതിന് തുല്യമായി അയാൾ കണക്കാക്കുന്നു. ഈ ലോകം മുഴുവൻ അയാളെ പോലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞതാണ്. അവരിൽ ചിലർ അളവ് നിയന്ത്രിക്കുന്നു, വേറെ ചിലർ മൊത്തത്തിൽ നിർത്തുന്നു, അതുമല്ലാത്തവർ ഒട്ടും നിർത്താതെ ഇരിക്കുന്നു. തുടർന്നുകൊണ്ട് ഇരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകൾ വളരെ വൈകാതെ യഥാർത്ഥത്തിലുള്ള അമിത മദ്യപാന രോഗിയായി മാറുന്നു. അപ്പൊ അതിനാണ് അവർ പറയുന്നത് ദ സെയിം പ്രിൻസിപ്പിൾ ദാറ്റ് അപ്ലൈ ടു പാർട്ണർ നമ്പർ 1 സ്റ്റിൽ അപ്ലൈ. അപ്പൊ ചാൻസസ് ആർ ദേ വുഡ് ഷോ ദം യുവർ കോപ്പി ഓഫ് ദിസ് ബുക്ക് ആൻഡ് ടെൽ ദം വാട്ട് യു ഹാവ് ഫൗണ്ട് ഔട്ട് അബൌട്ട് ആൽക്കഹോളിസം. അപ്പൊ അവർക്ക് കൂടി നിർത്തണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ സാധിക്കും. അപ്പൊ ഇതിന്റെ ബിഗ് ബുക്കിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുക്കുക. ഷോ ദം ദാറ്റ് ആസ്ക് ആൽക്കഹോളിക്സ് ദ റൈറ്റേഴ്സ് ഓഫ് ദിസ് ബുക്ക് അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു ആൽക്കഹോളിക്കിനെ ഈ 100 പേരടങ്ങിയ ആളുകളാണല്ലോ നമ്മുടെ ബിഗ് ബുക്ക് എഴുതി, അവർക്ക് മനസ്സിലാകുമെന്ന് പറയുക. ടെൽ ദം സം ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് യു ഹാവ് റീഡ്. അതായത് ബിഗ് ബുക്കിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാർട്ണർ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ അയാളോട് പറയുക. ഇഫ് യു തിങ്ക് ദേ വിൽ ഫീൽ അൺകംഫർട്ടബിൾ വിത്ത് എ സ്പിരിച്വൽ അപ്രോച്ച്, അതായത് ഒരു ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഈ സമീപനം അവർക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആണെങ്കിൽ
അവർക്ക് താല്പര്യം തോന്നുന്നില്ലെങ്കിൽ ആസ്ക് ദം ടു റീഡ് ചാപ്റ്റർ 3. അറ്റ്ലീസ്റ്റ് ചാപ്റ്റർ 3 എങ്കിലും വായിക്കാൻ, അതായത് മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ആഫ്റ്റർ ദാറ്റ് ദേ മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് എനഫ് ടു കണ്ടിന്യൂ. അത് വായിച്ചു കഴിയുമ്പോൾ അവർ ഒരു പക്ഷേ വീണ്ടും ബുക്ക് വായിച്ച to continue published has helped thousands of alcoholics recover in hospital every kind. അപ്പോൾ അവർ പിന്നീട് ഈ മദ്യാസക്തരായിട്ടുള്ള ആളുകള് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചതിന് ശേഷം എങ്ങനെ മോചിതരായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ട്, അല്ലെങ്കിൽ ആയിരങ്ങൾ എങ്ങനെ മോചനം നേടിയെന്ന് വായിക്കാനായിട്ട് താല്പര്യമുള്ളവരാണ്. ദ മെജോറിറ്റി ഹാവ് നെവർ റിട്ടേൺഡ്. ദ പവർ ഓഫ് ഗോഡ് ഗോസ് ഡീപ്. പല ആളുകളും ഈ ഇങ്ങനെയുള്ള ചികിത്സകൾ എടുത്തിട്ട് ആരും തിരിച്ചു വന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആഴത്തിൽ ആ മാറ്റം സംഭവിക്കും. യു മേ ഹാവ് ദ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ഓൺ യുവർ ഹാൻഡ്. ഒരു പക്ഷേ ഇതിന് എതിരായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക്. പെർഹാപ്സ് യു ഹാവ് എ പാർട്ണർ ഹു ഇസ് അറ്റ് ഹോം ബട്ട് ഹു ഷുഡ് ബി ഇൻ ദ ഹോസ്പിറ്റൽ. ചില പാർട്ട്നേഴ്സ് ചിലപ്പോൾ വീട്ടിൽ തന്നെ ആകാം, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാകാം. സം പീപ്പിൾ കനോട്ട് ഓർ വിൽ നോട്ട് ഗെറ്റ് ഓവർ ആൽക്കഹോളിസം. ചില ആളുകൾ മദ്യാസക്തിയിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ നേടുന്നില്ല. വെൻ ദേ ബിക്കം ടു ഡേഞ്ചറസ്, അവര് വലിയ അപകടത്തിലാണെങ്കിൽ വി തിങ്ക് ദ ബെസ്റ്റ് തിങ് ഇസ് ടു ഫോഴ്സ് ദം ടു ഗെറ്റ് ഹെൽപ്പ്. അപ്പൊ ഇങ്ങനെ ഭയങ്കര അപകടത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ ഫോഴ്സ് ചെയ്ത് സഹായം കൊടുക്കാറുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് എ ട്രസ്റ്റഡ് ഡോക്ടർ ഷുഡ് ഓൾവേസ് ബി കൺസൾട്ടഡ്. അതായത് വളരെ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന, ചികിത്സ എടുക്കാൻ ഒരിക്കലും തയ്യാറാകാത്ത ആളുകളുണ്ട്. അവരൊരിക്കലും മദ്യാസക്തിയിൽ നിന്ന് മോചിതരാകില്ല എന്ന് തോന്നിയുകൊണ്ട് തന്നെ നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പാർട്ട്നേഴ്സിനോടാണ് പറയുന്നത്, അംഗങ്ങളോടല്ല, പാർട്ട്നേഴ്സിനോടാണ് പറയുന്നത്. ബട്ട് ഓഫ് കോഴ്സ് എ ട്രസ്റ്റഡ് ഡോക്ടർ ഷുഡ് ഓൾവേസ് ബി കൺസൾട്ടഡ്. അതായത് എപ്പോഴും ഒരു ഡോക്ടറുമായി ഇതിനെപ്പറ്റി കൺസൾട്ട് ചെയ്തിരിക്കണം, വിവരിച്ചിരിക്കണം. ദ പാർട്ട്നേഴ്സ് ആൻഡ് ചിൽഡ്രൻ ഓഫ് സച്ച് പീപ്പിൾ സഫർ ഹോറിബിളി. നമുക്കറിയാം ഇത്തരം ആളുകളുടെ മക്കളും പാർട്ട്നേഴ്സും ഒരുപാട് സഹിക്കുന്നുണ്ട്. ബട്ട് നോട്ട് മോർ ദാൻ ദ ഡ്രിങ്കേഴ്സ് ദംസെൽസ്. പക്ഷേ ഇത്തരം സഹനം, അതായത് ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന സംഘം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഈ കുടിയന്മാരായിട്ടുള്ള ആളുകളുടെ സഹനം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അടുത്ത ടോക്കിംഗ് ടു അതേഴ്സ് അബൌട്ട് യുവർ പാർട്ണർ. മറ്റുള്ളവരോട്, ഇതിപ്പോ നമ്മൾ വായിച്ചത് അതാണ്, പാർട്ട്ണറിനോട് എങ്ങനെയാണ് സംസാരിക്കാനാണ്. ഇനി നമ്മൾ ടോക്കിംഗ് ടു അതേഴ്സ് അബൌട്ട് പാർട്ണർ വായിക്കാം. ടോക്കിംഗ് ടു അതേഴ്സ് അബൌട്ട് യുവർ പാർട്ട്ണർ. നിങ്ങളുടെ ഭർത്താവിന്റെ കൂടി നിങ്ങളുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം നശിപ്പിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കുക. അവർക്ക് നിങ്ങളുടെ സൗഹൃദവും സഹായവും ആവശ്യമുണ്ട്. നിങ്ങളുടെ ഭർത്താവ് കൂടി തുടരുകയാണെങ്കിൽ പോലും പ്രയോജനപ്രദവും പരിപൂർണമായ ജീവിതം നയിക്കുക എന്നുള്ളത് സാധ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പോലും നിർഭയരും സന്തോഷവതികൾ പോലുമായ സ്ത്രീകളെ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഭർത്താവിനെ പരിഷ്കരിക്കുന്നതിലേക്കായി നിങ്ങളുടെ ഹൃദയം ഒരുക്കി വെക്കാതിരിക്കുക. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കൊരു പക്ഷേ പറ്റില്ലായിരിക്കാം. എത്രമാത്രം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാലും അതൊരു വലിയ കാര്യമാവില്ല. ഈ വക നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരുപാട് ഹൃദയവിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കാര്യകാരണ വിവേചന ശക്തിയിലും ക്ഷമയിലും നിങ്ങളുടെ ഭർത്താവ് ആകർഷനായി തീരും. ഇത് അയാളുടെ അമിത മദ്യപാന രോഗപ്രശ്നത്തെക്കുറിച്ച് ഒരു സൗഹൃദപരമായ ചർച്ച അയാളുമായി നടത്തുന്നതിന് വഴിയൊരുക്കും. ആ വിഷയം അയാളെ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ശ്രമിക്കുക. അത്തരമൊരു ചർച്ചയിൽ നിങ്ങൾ ഒരിക്കലും അയാളെ കുറ്റപ്പെടുത്തുന്ന മട്ടിൽ സംസാരിക്കില്ലെന്ന് ഉറപ്പുവരുത്തുക. അതിനു പകരം അയാളുടെ സ്ഥാനത്ത് നിങ്ങളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുക. കുറ്റം പറയുക എന്നതിനേക്കാൾ സഹായകരമായി വർത്തിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് അയാളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ചർച്ച തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ പുസ്തകം വായിക്കുക എന്ന് നിർദ്ദേശിക്കുക മാത്രമാണ്. അഥവാ ഏറ്റവും ചുരുങ്ങിയത് ആൽക്കഹോളിസത്തെക്കുറിച്ചുള്ള അധ്യായം വായിക്കുവാൻ നിങ്ങൾക്ക് പറയാം. ഒരുപക്ഷെ അനാവശ്യ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് മനപ്രയാസം അനുഭവിച്ചു എന്ന് അയാളോട് പറയുക. അമിതമായി മദ്യപിക്കുന്ന ഏതൊരാളും അതിൻ്റെ അപകടം വ്യക്തമായി മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളുടെ ഭർത്താവും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നു. കുടി ലഘൂകരിക്കുന്നതിലോ അഥവാ നിലനിർത്തുന്നതിലോ ഉള്ള അയാളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. അയാളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം എന്നല്ലാതെ ഒരു തണുപ്പൻ പുതപ്പായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ലെന്ന് അയാളോട് പറയുക. ആൽക്കഹോളിസത്തിൽ അയാൾക്ക് താല്പര്യമുളവാക്കുന്നതിൽ അങ്ങനെ വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു. അയാളുടെ ചങ്ങാതിമാരിൽ ധാരാളം പേർ അമിത മദ്യപാനശക്തരായ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ താല്പര്യമെടുക്കാം എന്ന് നിർദ്ദേശിക്കാം. കുടിയന്മാരെ സഹായിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവരിൽ ഒരാളുമായി സംസാരിക്കുന്നതിന് ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് ഇഷ്ടപ്പെട്ടേക്കാം. ഇത്തരമൊരു സമീപനം നിങ്ങളുടെ ഭർത്താവിൽ താല്പര്യമുണർത്തുന്നില്ലെങ്കിൽ ഈ വിഷയം വിട്ടുകളയുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു സുഹൃത്ത് സംഭാഷണത്തിന് ശേഷം നിങ്ങളുടെ ഭർത്താവ് തന്നെ വീണ്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരും.
ഇതിന് ക്ഷമാപൂർവമായ കാത്തിരിപ്പ് ആവശ്യമാണ്, പക്ഷേ അതിന് ഫലമുണ്ടാകും. ഇതിനിടയിൽ നിങ്ങൾക്ക് മറ്റൊരു അമിത മദ്യപാന രോഗിയുടെ ഭാര്യയെ സഹായിക്കുന്ന സംരംഭത്തിൽ ഏർപ്പെടാം. ഈ തത്വങ്ങളനുസരിച്ച് നിങ്ങൾ പെരുമാറിയാൽ നിങ്ങളുടെ ഭർത്താവ് കുടി കുറയ്ക്കുകയോ കുടി നിർത്തുകയോ ചെയ്യും. നേരത്തെ പറഞ്ഞ രണ്ടാം വിഭാഗത്തിൽപ്പെട്ട ആളാണ് നിങ്ങളുടെ ഭർത്താവ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാം വിഭാഗത്തിൽപ്പെട്ട ഭർത്താവിനോട് പുലർത്തിയ അതേ തത്വങ്ങൾ തന്നെ ഇയാളോടും പുലർത്തണം. പക്ഷേ അയാളുടെ അടുത്ത കുടിച്ച് കൂത്താടലിന് ശേഷം ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് അയാളോട് ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ അയാൾ എങ്ങനെ ചെയ്യണമെന്ന അർത്ഥത്തിലായിരിക്കരുത് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. അയാൾ കുടി നിർത്താൻ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അയാൾ നിർത്തും എന്നുള്ളതിനാണ് സാധ്യത. അയാളെ ഈ പുസ്തകത്തിന്റെ കോപ്പി കാണിക്കുകയും ആൽക്കഹോളിസത്തെ കുറിച്ച് അതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അയാളോട് പറയുകയും ചെയ്യുക. അമിത മദ്യപാനികൾ എന്ന നിലയിൽ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് എന്ന് അയാളോട് പറയുക. നിങ്ങൾ വായിച്ചിട്ടുള്ള ഈ പുസ്തകത്തിലെ രസകരമായ കഥകൾ അയാളോട് പറയുക. ഒരാത്മീയ പരിഹാരത്തിന് ഇത് പരിശോധിക്കുവാൻ അയാളോട് ആവശ്യപ്പെടുക. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ അയാൾ കുടിക്കാത്ത അവസ്ഥ തുടരാൻ താല്പര്യമുള്ളവനായേക്കാം. അയാൾ ആവേശമുള്ളയാളാണെങ്കിൽ നിങ്ങളുടെ സഹകരണത്തിന് വലിയ അർത്ഥമുണ്ടാകും. അയാൾ ഇക്കാര്യത്തിൽ അയഞ്ഞ മട്ടാണ് കാണിക്കുന്നതെങ്കിൽ, അഥവാ താനൊരു ആൽക്കഹോളിക്കാണ് എന്ന് അയാൾ കരുതുന്നില്ലെങ്കിൽ, അയാളുടെ പാട്ടിനെ തനിയെ വിടുക എന്നാണ് ഞങ്ങൾ നിർദ്ദേശിക്കുവാനുള്ളത്. ഞങ്ങളുടെ പരിപാടികൾ പിന്തുടരുന്നതിന് അയാളെ നിർബന്ധിക്കുന്ന രീതി ഒഴിവാക്കുക. അയാളുടെ മനസ്സിൽ ഏതായാലും വിത്ത് പാകപ്പെട്ടിട്ടുണ്ട്. അയാളെപ്പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അയാൾക്കറിയാം. പക്ഷേ അയാൾ കുടിച്ചു വന്നിട്ടുള്ള അവസ്ഥയിൽ ഇക്കാര്യം അയാളെ ഓർമ്മിപ്പിക്കാതിരിക്കുക. കാരണം അയാൾ ദേഷ്യപ്പെട്ടേക്കാം. വളരെ വൈകാതെ അയാൾ ഈ പുസ്തകം ഒരിക്കൽ കൂടി വായിക്കുന്നത് നിങ്ങൾ കാണാൻ ഇടയായേക്കാം. നിരന്തരമായ കാലിടറുകൾ മൂലം താനിനി പ്രവർത്തിക്കേണ്ട സമയമായി എന്ന് അയാൾക്ക് തോന്നുന്നതുവരെ കാത്തിരിക്കുക. കാരണം നിങ്ങൾ എത്രമാത്രം അയാളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ധൃതി കൂട്ടുന്നുവോ അത്രമാത്രം അത് നീണ്ടുപോകും. നേരത്തെ സൂചിപ്പിച്ചവരിൽ മൂന്നാം വിഭാഗത്തിൽപ്പെട്ട ഭർത്താവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവളാണ്. അയാൾക്ക് കുടി നിർത്തണമെന്നത് ഉറപ്പായതുകൊണ്ട് ലക്ഷ്യത്തിലെത്തിയ മനോഭാവത്തോടെ സന്തോഷപൂർവ്വം ഈ പുസ്തകത്തിന്റെ ഒരു പ്രതിയുമായി നിങ്ങൾക്ക് അയാളെ സമീപിക്കാം. നിങ്ങൾക്കുള്ള അത്ര ആവേശം അയാൾക്കില്ലായിരിക്കാം, പക്ഷേ ഈ പുസ്തകം വായിച്ചിരിക്കണമെന്ന കാര്യത്തിൽ അയാൾ തീർച്ചയുള്ളവനായിരിക്കും. അയാൾ ഞങ്ങളുടെ പരിപാടിയിലേക്ക് ഉടനെ തന്നെ വന്നേക്കാനും മതി. അഥവാ അയാൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ അയാളെ പലതും പറഞ്ഞ് ചുറ്റി വളയരുത്. അയാൾ തന്നെത്താൻ തീരുമാനിക്കട്ടെ. അയാളുടെ തുടർന്നുള്ള കുടിച്ചു കൂത്താടലുകളെല്ലാം സന്തോഷ ചിന്തയോടെ നേരിടുക. അവസ്ഥയെക്കുറിച്ചോ ഈ പുസ്തകത്തെക്കുറിച്ചോ അയാൾ പരാമർശിക്കുമ്പോൾ മാത്രം സംസാരിക്കുക. ചിലരുടെ കാര്യത്തിൽ കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ ഈ പുസ്തകം അയാൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അയാളിൽ ഒരുതരം വിരോധം ഉണർത്താതെ വേണ്ട പോലെ പ്രവർത്തിക്കണം എന്ന് അയാളോട് പറയുവാൻ അവർക്ക് കഴിയും. നിങ്ങളുടെ ഭർത്താവ് മറ്റു രീതിയിൽ സാധാരണ നില പുലർത്തുന്നവനാണ് എങ്കിൽ ഈ ഘട്ടത്തിലുള്ള നിങ്ങളുടെ വിജയ സാധ്യത വളരെ വലുതാണ്. നാലാം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തീരെ ആശയ്ക്ക് വഴിയില്ലാത്തവരാണ് എന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. ആൽക്കഹോളിക് അനോണിമസിലെ മിക്കവാറും അംഗങ്ങൾ അങ്ങനെയായിരുന്നു. എല്ലാവരും അവരെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ആത്യന്തിക പരാജയം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ മിക്കപ്പോഴും അത്തരം ആളുകൾക്ക് പ്രകടവും സുദൃഢവുമായ രോഗശമനം ഉണ്ടായി എന്നതാണ് സത്യം. ഇതിന് അപവാദങ്ങൾ ഉണ്ട്. ചില ആളുകൾ മദ്യത്താൽ എല്ലാം കൊണ്ടും വളരെയേറെ രക്ഷിക്കപ്പെട്ടവരാണ്. ചിലപ്പോൾ മറ്റു ചില വൈകല്യങ്ങൾ കൊണ്ടുകൂടി കൂടുതൽ സങ്കീർണമാക്കപ്പെട്ട കേസുകളുമുണ്ട്. അത്തരം വൈകല്യങ്ങൾ ഗൗരവ സ്വഭാവമുള്ളവയാണോ അല്ലയോ എന്ന് ഒരു നല്ല ഡോക്ടർക്കോ മനോരോഗ വിദഗ്ധനോ നിങ്ങളോട് പറയാൻ കഴിഞ്ഞേക്കും. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ ഈ പുസ്തകം വായിപ്പിക്കുവാൻ ശ്രമിക്കുക. അയാളുടെ പ്രതികരണം ആവേശകരമായിരിക്കും. അയാൾ ഇപ്പോൾ തന്നെ ഒരു ചികിത്സാലയത്തിൽ എത്തപ്പെടുകയും അതേസമയം തന്നെ അയാൾ കാര്യമായി തൻ്റെ കുടി നിർത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളെയും ഡോക്ടറെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ ഞങ്ങളുടെ പദ്ധതി പരീക്ഷിച്ച് നോക്കുവാൻ അയാൾക്ക് ഒരവസരം നൽകുക. പക്ഷേ അതിനു മുമ്പ് അയാളുടെ മാനസിക നില സന്തുലിതമോ അപകടകരമോ അല്ല എന്ന് ഉറപ്പുവരുത്തണം. അല്പം വിശ്വാസദാർഢ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ശുപാർശകൾ നടത്തുന്നത്. ചികിത്സാലയങ്ങളിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന ധാരാളം അമിത മദ്യപാന രോഗികളുമായി വർഷങ്ങളോളം ഞങ്ങൾ ഇടപഴകിയിട്ടുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം പലതരത്തിലുള്ള ചികിത്സാലയങ്ങളിലും ആശുപത്രികളിലുമുള്ള ആയിരക്കണക്കിന് അമിത മദ്യപാന രോഗികളെ മോചിതരാക്കിയിട്ടുണ്ട്. അവരിൽ ഭൂരിപക്ഷം പേർക്കും പിന്നീട് അങ്ങോട്ട് തിരിച്ചു ചെല്ലേണ്ടി വന്നിട്ടില്ല. ദൈവശക്തി അഗാധമായി സ്പർശിക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തികച്ചും വിരുദ്ധമായ ഒരു സാഹചര്യമായിരിക്കും വന്നുവിടുക. ഒരുപക്ഷെ സ്വതന്ത്രനായി നടക്കുന്ന ഒരു ഭർത്താവായിരിക്കാം നിങ്ങളുടേത്. അങ്ങനെയുള്ള അയാളെ ഏതെങ്കിലും ചികിത്സാലയത്തിൽ എത്തിക്കേണ്ടതുണ്ടാവാം. ചില മനുഷ്യർക്ക് ആൽക്കഹോളിസത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റുകയോ
അവർക്ക് കഴിയുകയോ ചെയ്യുന്നില്ല. അവർ വളരെയേറെ അപകടകാരികളായി തീരുമ്പോൾ അവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമായി ഞങ്ങൾക്ക് തോന്നുന്നത് അവരെ കെട്ടിയിടുക എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു നല്ല ഡോക്ടറുമായി തീർച്ചയായും ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും. മേൽപ്പറഞ്ഞ രീതിയിലുള്ള മനുഷ്യരുടെ ഭാര്യമാരും കുട്ടികളുമൊക്കെ ഭയങ്കര രീതിയിൽ കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. പക്ഷേ മദ്യപാന രോഗിയായ ഈ മനുഷ്യർ സഹിക്കുന്ന യാതനകളോളം അവർ സഹിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ജീവിതം തന്നെ ഒരു പുതിയ രീതിയിൽ കരുപ്പിടിപ്പിക്കേണ്ടതായി വരും. അങ്ങനെ ചെയ്തിട്ടുള്ള സ്ത്രീകളെ ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള സ്ത്രീകൾ ആത്മീയ മാർഗത്തിലൂടെയുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ പാത കുറെ കൂടി മൃദുവായിരിക്കും. നിങ്ങളുടെ ഭർത്താവ് ഒരു കുടിയനാണെങ്കിൽ നിങ്ങൾ മിക്കവാറും മറ്റുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നതെന്നോർത്ത് ദുഃഖിക്കുകയും സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടുന്നത് വെറുക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ വലിയുന്നു. എല്ലാവരും നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കന്മാരുമായി പോലും കുടി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നു. കുട്ടികളോട് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഭർത്താവ് വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ ഏകാന്ത ജീവിതം നയിക്കുന്ന നിങ്ങൾ ഒരു വിറങ്ങലിച്ചവളായി തീരുന്നു. നിങ്ങൾക്ക് ടെലിഫോൺ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു യന്ത്രം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. ഈ തരത്തിലുള്ള മിക്കവാറും എല്ലാ ക്ലേശങ്ങളും അനാവശ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും നിശബ്ദമായി നിങ്ങളുടെ ഭർത്താവിൻ്റെ അസുഖത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ ക്ലേശിപ്പിക്കാതിരിക്കാനും അദ്ദേഹത്തിന് ദ്രോഹമുണ്ടാക്കാതിരിക്കാനും നിങ്ങൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം. അയാൾ ഒരു രോഗിയാണ് എന്ന് അത്തരം ആളുകളോട് നിങ്ങൾ ശ്രദ്ധാപൂർവം വിശദീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടാവും. സഹതാപാർദ്രമായ ധാരണ വളർന്നു വരുന്നതോടെ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇടയിൽ ഉയർന്നു വന്ന കടമ്പകൾ അപ്രത്യക്ഷമാകും. നിങ്ങൾ ഒരിക്കലും ആകുലതയോടെ നിരതനായി തുടരുകയോ നിങ്ങളുടെ ഭർത്താവ് ഒരു സ്വഭാവ ദൂഷ്യക്കാരനാണ് എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുകയോ വേണ്ടിവരില്ല. അയാൾ അതൊഴിച്ചുള്ള എന്തും ആയിരിക്കാം. നിങ്ങളുടെ ധൈര്യം, നല്ല രീതി, സ്വന്തം കാര്യങ്ങളെ ഓർത്തുള്ള വിഷാദ ചിന്തകൾ, ഇല്ലാത്ത അവസ്ഥ എന്നിവ സാമൂഹ്യമായി നിങ്ങൾ അത്ഭുതങ്ങൾ കൈവരുത്തും. കുഞ്ഞുങ്ങളുമായുള്ള ഇടപെടലുകളിലും ഇതേ തത്വം ബാധകമാണ്. കുടിച്ചു വന്നിരിക്കുന്ന അവരുടെ അച്ഛനിൽ നിന്ന് അവർക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമില്ലാത്ത സ്ഥിതിയിൽ അയാൾക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ടാൽ ആരുടെയും പക്ഷം ചേരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മുഴുവൻ ശക്തിയും എല്ലായിടത്തും ഒരു നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിനെ വിനിയോഗിക്കുക. അപ്പോൾ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന കുടിയന്റെ വീടിനെ പിടിയിലമർത്തുന്ന ഭയാനകമായ പിടിമുറുക്കം കുറഞ്ഞു കിട്ടും. നിങ്ങളുടെ ഭർത്താവ് ഒരു രോഗിയാണ് എന്ന് കൂടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ തൊഴിലുടമയോടും കൂട്ടുകാരോടും പറയുവാൻ നിങ്ങൾ നിർബന്ധിതരായേക്കും. പ്രത്യേകിച്ചും അയാൾ നന്നായി കുടിക്കുന്ന സന്ദർഭങ്ങളിൽ. ഭർത്താവിൻ്റെ കുടിയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കഴിയുന്നതും ഉത്തരം പറയാതിരിക്കുക. സാധ്യമാവുന്ന സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളുടെ ഭർത്താവിനെ അതിനുള്ള മറുപടി പറയാൻ അനുവദിക്കുക. അയാളെ രക്ഷിക്കുന്നതിനുള്ള നിങ്ങളുടെ ആഗ്രഹം അയാൾ എവിടെയാണെന്നും അയാൾ എന്ത് ചെയ്യുകയാണെന്നും അറിയാൻ അവകാശമുള്ളവരുടെ അടുത്ത് നുണ പറയിപ്പിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ എത്തിക്കരുത്. ഇതൊക്കെ അയാൾ ബോധാവസ്ഥയിലും സന്തുഷ്ടനുമായിരിക്കുമ്പോൾ സംസാരിക്കുക. ഇനിയും നിങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ ഒരവസ്ഥയിൽ വീണ്ടും എത്തിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അയാളോട് ചോദിക്കുക. പക്ഷേ അയാൾ ഏറ്റവും അവസാനം അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഒട്ടും വിദ്വേഷം കലർത്തി സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു തളർത്തിക്കളയുന്ന ഭയമുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടേക്കാമെന്ന് നിങ്ങൾ ഭയപ്പെടാം. നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും മേൽ ചുമത്തപ്പെടാനിടയുള്ള നാണക്കേടിനെ കുറിച്ചോർത്ത് നിങ്ങൾ ചിന്തിച്ച് ക്ലേശിക്കുന്നു. ഒരുപക്ഷെ ഈ അനുഭവം നിങ്ങൾക്കുണ്ടായേക്കാം. വീണ്ടും അത് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വ്യത്യസ്തമായ ഒരു നിലയിൽ കാണുക. അതൊരു പക്ഷേ ഒരനുഗ്രഹമാണെന്ന് പിന്നീട് ഒരിക്കൽ തെളിഞ്ഞേക്കാം. അത് നിങ്ങളുടെ ഭർത്താവിനെ കൂടി എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയേക്കാം. അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിർത്താൻ കഴിയുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. പലപ്പോഴും ഈ പ്രകടമായ ദുരിതം ഞങ്ങൾക്ക് ഒരു ഉത്തേജനമായിരുന്നിട്ടുണ്ട്. കാരണം അത് ദൈവത്തെ കണ്ടെത്തുന്നതിനുള്ള ഒരു പാത ഞങ്ങൾക്ക് തുറന്നു തന്നു. താങ്ക് യു. അപ്പോൾ ടോക്കിംഗ് ടു അതേഴ്സ് അബൌട്ട് യുവർ പാർട്ണർ. അപ്പൊ ഞാൻ മലയാളത്തിലേക്ക് അടയാളപ്പെടുത്തിയത് മാറിപ്പോയിട്ടുണ്ടെന്നുണ്ട്. അപ്പൊ നമുക്ക് അത് അടുത്ത ആഴ്ച കറക്റ്റ് ആയിട്ട് പറയാം. കാരണം ഈ റോമിൽ ഇപ്പോൾ വായിച്ചതിൽ പലതും ഇംഗ്ലീഷിലുള്ള ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. എന്നാലും ഇഫ് യുവർ പാർട്ണർ ഈസ് എ ഡ്രിങ്കർ യു പ്രോബബ്ലി വറി അബൌട്ട് വാട്ട് അതർ പീപ്പിൾ തിങ്ക്. അതായത് 116 മലയാളം ബുക്കിൽ 116 പേജിൽ നിങ്ങളുടെ ഭർത്താവ് ഒരു കുടിയനാണെങ്കിൽ നിങ്ങൾ മിക്കപ്പോഴും മറ്റുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നോർത്ത് ദുഃഖിക്കുകയും സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടുന്നത് വെറുക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഭാവം മുതലാണ് മറ്റുള്ളവരെ കുറിച്ച് പാർട്ണറെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചുള്ള ഭാവം തുടങ്ങുന്നത്. അപ്പോൾ യു മേ ഫീൽ ആൻഷ്യസ് അബൌട്ട് മീറ്റിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതായത് മറ്റുള്ളവരെ കണ്ടുമുട്ടാനായിട്ട് ഒരു ഉത്കണ്ഠയൊക്കെ നമുക്ക് ഉണ്ടാവും.
യു വിത്ഡ്രോ മോർ ആൻഡ് മോർ ഇൻ ടു യുവർ സെൽഫ്. അതായത് പാർട്ണർമാരായിട്ടുള്ള ആൽക്കഹോളിക്കിന്റെ പാർട്ണർമാർ എന്ത് ചെയ്യും? സമൂഹത്തിൽ നിന്ന് പൊതുവെ പതുക്കെ പതുക്കെ പിൻവലിയും. യു ബിലീവ് എവരി വൺ ഈസ് ടോക്കിംഗ് അബൌട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻസൈഡ് യുവർ ഹോം. അതായത് നമ്മൾ എന്താ ചിന്തിക്കുക? പാർട്ട്നേഴ്സ് എപ്പോഴും ചിന്തിക്കുന്നത് എല്ലാവരും നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ലോകം മുഴുവൻ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നു. കാരണം എന്താണ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നടക്കുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെന്നാണ് നമ്മുടെ വിചാരം. യു അവോയ്ഡ് ദ സബ്ജക്ട് ഓഫ് ഡ്രിങ്കിങ്. നമ്മൾ ഈ പറയുന്ന കുടിയുടെ കാര്യത്തെ പറ്റി അല്ലെ അങ്ങനെ ഒരു വിഷയം ആരെങ്കിലും സംസാരിച്ചാൽ നമ്മളത് അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഉപേക്ഷിക്കും. ഈവൻ വിത്ത് യുവർ ഓൺ പേരൻസ്. നമ്മുടെ മാതാപിതാക്കന്മാരായിട്ടോ സഹോദരന്മാരായിട്ടോ അല്ലെങ്കിൽ സഹോദരിമാരായിട്ടോ ബന്ധുമിത്രാദികളായിട്ടോ ഇതിനെപ്പറ്റിയുള്ള യാതൊരുവിധ സബ്ജക്റ്റുകളും സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കും. യു ഡു നോട്ട് നോ വാട്ട് ടു ടെൽ ദ ചിൽഡ്രൻ. അതായത് അവനവന്റെ കുട്ടികളോട് പോലും എന്താണ് സംസാരിക്കേണ്ടത്, ഇതിനെപ്പറ്റി എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് യാതൊരുവിധ ആശയവും ഉണ്ടാവില്ല. വെൻ യുവർ പാർട്ണർ ഈസ് ഡ്രിങ്കിങ് യു വാണ്ട് ടു ഹൈഡ് അവേ ഫ്രം എവരി വൺ യു നോ ഫോർ എവർ. അതായത് ഈ പറയുന്ന മദ്യാസക്തൻ കുടിക്കുന്നതിനെ പറ്റി ഒളിച്ചു വെക്കാനാണ്, മറ്റുള്ളവരിൽ നിന്ന് എത്രമാത്രം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒളിച്ചു വെക്കുവാനായിട്ടാണ് എവരി വൺ യു നോ ഫോർ എവർ. നമുക്കറിയാവുന്ന ആളുകളിൽ നിന്നെല്ലാം മറച്ചു വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. വി ഫൈൻഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദിസ് എംബാരസ്മെന്റ് ഈസ് അൺനെസസറി. ഇത്തരം എംബാരസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭ്രമം അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു അമ്പരപ്പ് അല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പം, ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഈസ് അൺനെസസറി ആണ്. അത് ആവശ്യമില്ല എന്നാണ് പറയാം. വൈൽ യു ഡോണ്ട് നീഡ് ടു ഡിസ്കസ് യുവർ പാർട്ണർ ബിഹേവിയർ ഇൻ ഡീറ്റെയിൽ. അതായത് മദ്യാസക്തനായ പങ്കാളിയുടെ സ്വഭാവങ്ങൾ മൊത്തം വിവരിക്കേണ്ടതില്ല. യു ക്യാൻ ക്വിറ്റ്ലി ലെറ്റ് യുവർ ഫ്രണ്ട്സ് നോ അബൌട്ട് ദെയർ ഇൽനെസ്. പക്ഷെ വളരെ ശാന്തമായിട്ട് വളരെ ബ്രീഫായിട്ട് ഇത്തരം അവന്റെ കൂട്ടുകാരോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. അവന്റെ അസുഖത്തെ കുറിച്ച് ചർച്ച ചെയ്യാവുന്ന. ബട്ട് യു മസ്റ്റ് ബി വെരി കെയർഫുൾ നോട്ട് ടു എംബാരസ് ഓർ ഹാം യുവർ പാർട്ണർ. അതായത് അത് തീർച്ചയായും നമ്മുടെ പാർട്ട്നേഴ്സിനെ നാണം കെടുത്തുന്ന രീതിയിലോ അവനെ ദ്രോഹം ചെയ്യുന്ന രീതിയിലോ ആയിരിക്കരുത്. When you have carefully explained to friends that your partner is a sick person, you will feel differently. അതായത് തന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി തൊട്ടടുത്തുള്ള എൻ്റെ സുഹൃത്ത് അവനൊരു രോഗിയാണ് അല്ലെങ്കിൽ അവന് ഒരു സിക്ക് പേഴ്സൺ ഒരു അസുഖമുള്ളവനാണെന്ന് പറയുമ്പോൾ അതിന്റെ ആശയം വളരെ വേഗം വേറൊരു തലത്തിലേക്ക് മാറിപ്പോകും. വാൾസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഫ്രണ്ട്സ് വിൽ ഡിസപ്പിയർ. എന്താണ് ഈ സിക്ക് പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ, അസുഖക്കാരനാണെന്ന് പറയുമ്പോൾ ആളുകളുടെ ഇടയിലുള്ള മതിലുകൾ പൊളിയും, അതിൽ അപ്രത്യക്ഷമാകും. കാരണം പിന്നീട് നമ്മൾ അവരെ പറ്റി അവനൊരു രോഗിയാണെന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. യു വിൽ ഫീൽ ദെയർ കെയർ ആൻഡ് സിമ്പതി. പെട്ടെന്ന് തന്നെ അവരുടെ ഒരു പരിഗണനയും സഹതാപവും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. യു വോണ്ട് ഫീൽ സെൽഫ് കോൺഷ്യസ് ഓർ ദാറ്റ് യു നീഡ് ടു അപ്പോളജൈസ് ഫോർ യുവർ പാർട്ണർ. അതായത് ഒരു മനസാക്ഷി, അതായത് ഭർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാപ്പ് പറയേണ്ട ഒരാവശ്യമുണ്ട് എന്ന് നിനക്ക് തോന്നുകയില്ല. യുവർ ന്യൂ കറേജ്, പുതിയ ധൈര്യവും ഗുഡ് നേച്ചർ, പുതിയ സ്വഭാവവും ആൻഡ് ലാക്ക് ഓഫ് സെൽഫ് കോൺഷ്യസ് വിൽ ഗ്രേറ്റ്ലി ഇംപ്രൂവ് യുവർ സോഷ്യൽ ലൈഫ്. അതായത് പിന്നീട് ഈ പറയുന്ന സിക്ക് പേഴ്സൺ എന്നുള്ള ഒരു ആശയം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാകാതിരുന്ന ഒരു ആത്മവിശ്വാസം തിരിച്ചു വരും. അപ്പോൾ സാമൂഹിക ജീവിതത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ദ സെയിം ഐഡിയ അപ്ലൈസ് ഇൻ ഡീലിംഗ് വിത്ത് ദ ചിൽഡ്രൻ. ഇത്തരം ആശയങ്ങൾ തന്നെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോഴും പാർട്ട്നേഴ്സ് സ്വീകരിക്കേണ്ടത്. അൺലെസ് ദ ചിൽഡ്രൻ ആക്ച്വലി നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം ദെയർ ആൽക്കഹോളിക് പേരന്റ്. അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നാണ് അവർക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ടേക്ക് സൈഡ്സ് ഇൻ എനി ആർഗ്യുമെന്റ് ദേ ഹാവ് ടുഗദർ. അതായത് ഏതെങ്കിലും ഒരാളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ ഒരാളുടെ സൈഡ് നിൽക്കരുതെന്നാണ്. ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് എവരി വൺ റീച്ച് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് എപ്പോഴും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സഹായഹസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് വേണ്ടത്. വെൻ യു ഡു ദിസ്, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ യു ക്യാൻ ലെസൺ ദ ടെറിബിൾ ടെൻഷൻ ദാറ്റ് ഗ്രിപ്സ് ദ ഹോം ഓഫ് എവരി പ്രോബ്ലം ഡ്രിങ്കർ. അതായത് ഇത്തരം ഒരു രീതി സ്വീകരിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളും തീർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരു മദ്യാസക്തനായിട്ട് പ്രോബ്ലം ഡ്രിങ്കർ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ഇത്തരം
കാര്യങ്ങൾ പെട്ടെന്ന് നിന്ന് പോകുന്നതായിട്ട് മനസ്സിലാവും. യു ഹാവ് പ്രോബ്ലി ടോൾഡ് യുവർ പാർട്ട്നേഴ്സ് ബോസ് ആൻഡ് ഫ്രണ്ട്സ് ദാറ്റ് ദേ ആർ സിക്ക് വെൻ ദേ വേർ ആക്ച്വലി ഡ്രങ്ക്. അതായത് നിങ്ങൾക്ക് ഈ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവിന്റെയോ കൂട്ടുകാരന്റെയോ ഒക്കെ ബോസിനോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് ഈ അസുഖത്തെ കുറിച്ച്, അതായത് കുടിച്ചു കഴിഞ്ഞാൽ അവർ അമിതമായി കുടിക്കുമെന്നുള്ള ആശയം ചിലപ്പോൾ പറയേണ്ടി വന്നേക്കാം. നൗ ട്രൈ ടു അവോയ്ഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിസ്. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറ്. വെൻ എവർ യു ക്യാൻ ലെറ്റ് യുവർ പാർട്ണർ എക്സ്പ്ലെയിൻ. അപ്പോ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പാർട്ണറിനോട് അത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിവരിക്കാനായിട്ട് പറയണം. ആരോട്? ബോസിനോടും കൂട്ടുകാരോടും. യുവർ ഡിസൈർ ടു പ്രൊട്ടക്ട് ദം ഷുഡിന്റ് ഫോഴ്സ് യു ടു ലൈ. അതായത് നമ്മൾ അല്ലെങ്കിൽ പാർട്ണർമാർ മിക്കവരും തന്നെ മദ്യാസക്തനായ ഭാര്യയാണ് ഭർത്താവിനെ പൊതിഞ്ഞു സൂക്ഷിക്കാനായിട്ട്, ഒരു കവചം തീർക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പിളിപ്പൊതപ്പ് എന്നുള്ള രീതിയിൽ ഒരു കമ്പിളിപ്പൊതപ്പ് പോലെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പീപ്പിൾ ഇൻ ദയർ ലൈഫ് ഹാവ് എ റൈറ്റ് ടു നോ വേർ ദേ ആർ ആൻഡ് വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പം മനുഷ്യന്മാർക്കെല്ലാവരും അവരുടെ ജീവിതത്തിൽ അവരെന്താണ് ചെയ്യുന്നതെന്നും എവിടെയാണ് അവർ നിൽക്കുന്നതെന്നും അറിയാനുള്ള കാര്യമുണ്ട്. ഡിസ്കസ് ദിസ് വിത്ത് യുവർ പാർട്ണർ വെൻ ദേ ആർ സോബർ ആൻഡ് ഇൻ ഗുഡ് സ്പിരിറ്റ്. അതായത് നല്ല ആത്മവിശ്വാസത്തോടു കൂടി, നല്ല ലക്ഷ്യത്തോടു കൂടി സോബർ ആയിരിക്കുമ്പോൾ ആൽക്കഹോളിക്കിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ പാർട്ണറോട് സംസാരിക്കുക. ആസ്ക് ദം വാട്ട് യു ഷുഡ് ഡു ഇഫ് ദേ പുട്ട് യു ഇൻ ദിസ് പൊസിഷൻ അഗെയിൻ. അപ്പോ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വീണ്ടും കുടിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് തന്നെ ചോദിക്കുക. ബട്ട് ഡോണ്ട് ഷോ ആങ്കർ അബൌട്ട് ദ ലാസ്റ്റ് ടൈം ദേ ഡിഡ് സോ. അപ്പൊ അവസാന സമയത്ത് അവൻ കുടിച്ചപ്പോൾ കാണിച്ച ഏതെങ്കിലും പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞ് ദേഷ്യപ്പെടരുത്. ഇഫ് യുവർ പാർട്ണർ ഈസ് എന്തൂസിയാസ്റ്റിക് യുവർ കോപ്പറേഷൻ വിൽ ബി വെരി മീനിങ് ടു ദം. അതായത് ഒരു പാർട്ണറുടെ സഹകരണം, അല്ലെങ്കിൽ കുടി നിർത്തിക്കുവാനായിട്ടുള്ള പാർട്ണറുടെ സഹകരണം, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവരെ അത്ഭുതപ്പെടുത്തും. ഇഫ് ദേ ആർ ലുക്ക് വാം അതായത് ഉദാസീനമായ എന്നാണ് ലുക്ക് വാം എന്നുള്ളത്. ഇഫ് യു ഡോണ്ട് പ്രഷർ ഇഫ് ദേ ആർ ലുക്ക് വാം ഓർ തിങ്ക് ദേ ആർ നോട്ട് ആൻ ആൽക്കഹോളിക്. അതായത് വളരെ ഉദാസീനമായിട്ട്, അല്ലെങ്കിൽ അവരൊരു ആൽക്കഹോളിക് അല്ല എന്ന് തോന്നുവാണെങ്കിൽ വി സജസ്റ്റ് യു ലീവ് ദം അലോൺ. അവരൊറ്റയ്ക്ക് വിടാനായിട്ട് നമ്മൾ അഭിപ്രായപ്പെടുകയാണ്. ഡോണ്ട് പ്രഷർ ദം ടു ഫോളോ അവർ പ്രോഗ്രാം. അവരൊരിക്കലും ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം ഫോളോ ചെയ്യണമെന്ന് നിർബന്ധിക്കരുത്. ദേ സീഡ് ഹാസ് ബീൻ പ്ലാന്റഡ് ഇൻ ദെയർ മൈൻഡ്. നമ്മൾ ഓൾറെഡി അവരുടെ മനസ്സിൽ ഒരു വിത്ത് വിതച്ചു കഴിഞ്ഞു. ദേ നോ ദാറ്റ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ മച്ച് ലൈക്ക് ദം ഹാവ് റിക്കവേർഡ്. അതായത് അവരെ പോലുള്ള ആയിരക്കണക്കിനുള്ള ആളുകൾ ഇപ്പോൾ സുബോധാവസ്ഥയിൽ എത്തിയതായിട്ട് അവർക്ക് മനസ്സിലാവും. ബട്ട് ഡോണ്ട് റിമൈൻഡ് ദം ഓഫ് ദിസ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഡ്രിങ്കിങ്. പക്ഷെ ഒരിക്കലും കുടിച്ചു കഴിയുമ്പോൾ അവരിത് ഓർമ്മിപ്പിക്കരുത്, അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരിയിൽ നിൽക്കുമ്പോൾ അവരിത് ഓർമ്മിപ്പിക്കരുത്. ഡൂയിങ് ദാറ്റ് വിൽ ജസ്റ്റ് മേക്ക് യുവർ പാർട്ണർ ആംഗ്രി അറ്റ് യു. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പാർട്ണറെ ദേഷ്യപ്പെടുത്താനായിട്ട് അത് സഹായിക്കുള്ളൂ. സൂണർ ഓർ ലേറ്റർ, കുറച്ച് സൂണർ, വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞോ, യു വിൽ ഫൈൻഡ് ദം റീഡിങ് ദിസ് ബുക്ക് അഗെയിൻ. ഒരു പക്ഷെ നമ്മൾ കാണും അവര് നമ്മുടെ ബിഗ് ബുക്ക് വായിക്കുന്നത്. വെയിറ്റ് അൻറ്റിൽ ദിസ് ഹാസ് ഹാപ്പൻഡ് എ ഫ്യൂ ടൈംസ് ആൻഡ് യുവർ പാർട്ണർ ഡിസൈഡ് ടു ടേക്ക് ആക്ഷൻ ഓൺ ദെയർ ഓൺ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാം. അതായത് കുടിക്കുന്നു, വീണ്ടും പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുന്നു. ഇതൊക്കെ നമുക്ക് ഇത്തരം പ്രവൃത്തികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദ മോർ യു ഹറി ദം ദ ലോങ്ങർ ദ റിക്കവേർഡ് വിൽ ബി ഡിലേഡ്. അതായത് നമ്മൾ വളരെ സ്പീഡിൽ ഹറി ചെയ്ത് അവനെ അതങ്ങനെ ചെയ്യിക്കാൻ തുടങ്ങിയാൽ അവരുടെ റിക്കവറി അല്ലെങ്കിൽ വീണ്ടെടുക്കല് നീണ്ടുപോകും എന്നാണ് പറയാം, അല്ലെങ്കിൽ താമസിക്കും എന്നാണ് പറയാം. ലോങ്ങർ ദയർ റിക്കവറി വിൽ ബി ഡിലേഡ്. അതായത് അവരുടെ മാനസാന്തരം അല്ലെങ്കിൽ ഇത്തരം മോചനം താമസിക്കും. ഇഫ് യു ഹാവ് എ നമ്പർ 3 പാർട്ണർ യു മേ ബി ഇൻ ലക്ക്. അതായത് നമ്പർ 3 പാർട്ണർ എന്താണ്? നമ്പർ 3 പാർട്ണർ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, വായിക്കാം. ഈ തരത്തിൽപ്പെട്ട, അതായത് 3, ഈ തരത്തിൽപ്പെട്ട ഭർത്താക്കന്മാർ രണ്ടാം തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. ഒരിക്കൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരെ പോലെ ആയിരുന്നുവെങ്കിലും അയാൾ കൂടുതൽ മോശപ്പെട്ട നിലയിൽ എത്തിയിരിക്കുന്നു. അയാളുടെ കൂട്ടുകാർ അയാളിൽ നിന്നും തെന്നി മാറിയിട്ടുണ്ട്. അയാളുടെ വീടാകെ ഒരു നാശത്തിന്റെ വക്കിലാണ്. അയാൾക്ക് യാതൊരുവിധ ജോലിയും ഏറ്റെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. ഒരു പക്ഷേ ഡോക്ടർമാരുടെ സഹായം തേടിയിട്ടുണ്ടാകാം. ദാരുണമായ
ചികിത്സാലയങ്ങളിൽ ചുറ്റി നടക്കലും ആശുപത്രികളിൽ അഭയം പ്രാപിക്കലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ കുടിക്കാൻ കഴിയില്ലെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനിയും മറ്റുള്ളവരെ പോലെ കുടിക്കാൻ ഒരു വഴി കണ്ടെത്താമെന്ന മിഥ്യാധാരണയിൽ അയാൾ കുടിച്ചു തുടങ്ങുന്നു. എങ്ങനെയെങ്കിലും കുടി നിർത്തണം. പക്ഷെ അതിന് പറ്റുന്നില്ല എന്ന നിലയിൽ അയാൾ എത്തിച്ചേർന്നിട്ടുണ്ടാകാം. അയാളുടെ കാര്യം ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അവയ്ക്കൊക്കെ ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇതേ സാഹചര്യത്തിൽ പെടുമ്പോൾ വളരെ പ്രതീക്ഷകൾ പുലർത്താൻ സഹായിക്കും എന്നതാണ് ആ മൂന്നാമത്തെ പാർട്ണറെ പറ്റി പറയുന്നത്. ഇഫ് യു ഹാവ് എ നമ്പർ 3 പാർട്ണർ, ഇത്തരത്തിലുള്ള മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ട പാർട്ണർ ആണെങ്കിൽ യു മേ ബി ഇൻ ലക്ക്. നിങ്ങൾ ഒരു ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്താണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ കൗൺസിലർ ആണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. സിൻസ് ദേ ആർ ഷുവർ ദേ വാണ്ട് ടു സ്റ്റോപ്പ്. കാരണം അവർക്ക് കൂട്ടി നിർത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. യു ക്യാൻ ബ്രിങ് ദം ദിസ് ബുക്ക് വിത്ത് ഓൾ ദ ജോയ് ഓഫ് എ ലോട്ടറി വിന്നർ. അതായത് ഈ ബുക്ക് കൊടുക്കാം. ബുക്ക് കൊടുക്കുന്ന ഏത് ആറ്റിറ്റ്യൂഡിലാണ്? അതായത് ലോട്ടറി വിന്നർ, അതായത് ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും ലോട്ടറി അടിക്കില്ല, പക്ഷെ പലർക്കും അടിക്കുന്നുണ്ടെന്നുള്ള ആശയത്തിലൂടെ സന്തോഷത്തോടുകൂടി കൊടുക്കുക. യുവർ പാർട്ണർ മേ നോട്ട് ഷെയർ യുവർ എന്തൂസിയാസം. നമ്മളുടെ അത്രയും ആഗ്രഹമോ ആത്മവിശ്വാസമോ ഒക്കെ ഒന്നും അവന് ചിലപ്പോൾ വരണമെന്നില്ല. സ്റ്റിൽ ദേ ആർ ലൈക്ലി ടു റീഡ് ദ ബുക്ക്. അതായത് പക്ഷെ അവന് ബുക്ക് വായിക്കണം എന്ന് തോന്നുന്നു. ആൻഡ് മേ ബി വില്ലിംഗ് ടു സ്റ്റാർട്ട് ദ പ്രോഗ്രാം ഇമ്മീഡിയറ്റ്ലി. ചിലപ്പോൾ ഒരു പക്ഷേ ഉടനെ തന്നെ പ്രോഗ്രാം തുടങ്ങിയേക്കാം. ഇഫ് ദേ ഡോണ്ട് യു വിൽ പ്രോബബ്ലി നോട്ട് ഹാവ് ടു വെയിറ്റ് വെരി ലോങ്. അല്ലെങ്കിൽ ഇപ്പൊ അവരങ്ങനെ പെട്ടെന്ന് തുടങ്ങിയില്ലെങ്കിൽ തന്നെയും ഒരു പക്ഷേ വളരെ വേഗം തന്നെ അവര് ഒരുപാട് കാലത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒത്തിരി സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. യു വിൽ പ്രോബബ്ലി നോട്ട് ഹാവ് ടു വെയിറ്റ് വെരി ലോങ്. നിങ്ങൾ അങ്ങനെ അധികം കാത്തിരിക്കാതെ തന്നെ അവൻ മാനസാന്തരത്തിലേക്ക് എത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എഗെയിൻ ട്രൈ നോട്ട് ടു പ്രഷർ ദം. വീണ്ടും അവനെ പറയാണ്, അവനെ പ്രഷർ ചെയ്യരുത്. ലെറ്റ് ദം ഡിസൈഡ് ഓൺ ദെയർ ഓൺ. അവരായിട്ട് ചിന്തിക്കട്ടെ. ചെയർഫുള്ളി സ്റ്റാൻഡ് വിത്ത് ദം ത്രൂ അതർ ഡ്രിങ്കിങ് സ്പ്രീസ്. അതായത് കുടിച്ചു മതിച്ച് ഉല്ലസിക്കുന്ന അല്ലെങ്കിൽ സന്തോഷകരമായി അവൻ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ ചെയർഫുള്ളി സ്റ്റാൻഡ് വിത്ത് ദം ത്രൂ മോർ ഡ്രിങ്കിങ് സ്പ്രീസ്. അതായത് ആ മതിച്ചുല്ലസിക്കലെല്ലാം നമ്മൾ ചെയർഫുള്ളി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഒത്തുചേർന്ന് നിൽക്കുക. ടോക്ക് അബൌട്ട് ദെയർ കണ്ടീഷൻ ഓർ ദിസ് ബുക്ക് ഓൺലി വെൻ ദേ ബ്രിങ് ഇറ്റ് അപ്പ്. അപ്പോൾ അവരുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് അവരെപ്പോഴും സോബറാവുമ്പോൾ ഈ ബുക്ക് കൊടുക്കുക. ഇൻ സം കേസസ് ഇറ്റ് മേ ബി ബെറ്റർ ടു ലെറ്റ് സമ്മൺ ഔട്ട്സൈഡ് ദ ഫാമിലി ഓഫർ ദ ബുക്ക്. ചില സമയങ്ങളിൽ ഫാമിലി അല്ലാത്ത ഒരാളാണ് ഫാമിലി അല്ലാത്ത ഒരാള് ഈ ബുക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ദേ ക്യാൻ എൻകറേജ് യുവർ പാർട്ണർ ടു ടേക്ക് ആക്ഷൻ വിത്തൗട്ട് ആങ്കറിങ് ദം. കാരണം പാർട്ട്ണറോ വൈഫോ ഹസ്ബൻഡോ ആണെങ്കിൽ അവര് വളരെ ദേഷ്യത്തോടു കൂടി ഇത് വായിക്കുക മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പുറമേ നിന്നുള്ള ഒരാളാണെങ്കിൽ വിത്തൗട്ട് ആങ്കറിങ് ദം, അവരോട് ദേഷ്യമില്ലാതെ ബുക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. യു മൈറ്റ് തിങ്ക് ദാറ്റ് പീപ്പിൾ ഇൻ ദ ഫോർത്ത് ഗ്രൂപ്പ് ആർ ഹോപ്പ്ലെസ്, ബട്ട് ദാറ്റ്സ് നോട്ട് ഇൻ ദ കേസ്. Many people in Alcoholics Anonymous were like that. Everybody had given up on them. Defeat seemed certain, but people like that have had spectacular and powerful recoveries. അപ്പോ നാലാമത്തെ തരത്തിലുള്ള ആൽക്കഹോളിക് എന്താണെന്ന് നമുക്ക് നോക്കാം. പരിപൂർണമായി നിരാശപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭർത്താവായിരിക്കും നിങ്ങളുടേത്. ഇടതടവില്ലാതെ പല പല സ്ഥലങ്ങളിൽ അയാളെ കൊണ്ടുചെന്ന് കിടത്തിയിട്ടുണ്ടാകാം. അയാൾ അക്രമാസക്തനായി കാണപ്പെടുകയോ അല്ലെങ്കിൽ കുടിച്ചു കഴിയുമ്പോൾ തീർച്ചയായും ഭ്രാന്തനെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ പെരുമാറുകയോ ചെയ്തേക്കാം. ചിലപ്പോഴൊക്കെ അയാൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കുടിക്കുന്നു. ചിലപ്പോഴൊക്കെ അയാൾക്ക് അതിഭീകരമായ മാനസിക വിഭ്രാന്തികൾ ഉണ്ടാകുന്നു. ഡോക്ടർമാർ സഹികെട്ട മട്ടിൽ തല കുലുക്കുകയും അയാളെ ഏതെങ്കിലും മദ്യപാന രോഗികളെ മാത്രം പാർപ്പിക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതിനു മുൻപേ തന്നെ അയാളെ നിങ്ങളിൽ നിന്ന് എങ്ങോട്ടെങ്കിലും അകറ്റി നിർത്താൻ നിങ്ങൾ നിർബന്ധിതയായിട്ടുണ്ടാകാം. ഈ ചിന്ത അത് കാണപ്പെടുന്ന പോലെ അത്രമേൽ ഇരുണ്ടതായിരിക്കണമെന്നില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ പലരും ഇതിനേക്കാളും ഒക്കെ കടന്ന അവസ്ഥയിലായിരുന്നു, എന്നിട്ടും അവർ സുഖം പ്രാപിച്ചു എന്നാണ് നാലാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറ്റി പറയുന്നത്. യു മൈറ്റ് തിങ്ക് ദാറ്റ് പീപ്പിൾ ഇൻ ദ ഫോർത്ത് ഗ്രൂപ്പ് ആർ ഹോപ്പ്ലെസ്. അതായത് പ്രതീക്ഷാരഹിതമായിട്ടുള്ള ആളുകളാകാമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. അങ്ങനെയല്ല പല കേസുകളും. മെനി പീപ്പിൾ ഇൻ ആൽക്കഹോളിസം വെയർ ലൈക്ക് ദാറ്റ്. ധാരാളം ആൽക്കഹോളിസം അംഗങ്ങൾ അങ്ങനെ തന്നെയാണ്. എവരിബഡി ഹാഡ് ഗിവൺ അപ്പോൺ ദം. എല്ലാവരും കൈവിട്ടവരാണ്. ഡിഫീറ്റ് സീംഡ് സർട്ടൻ. അതായത് പരാജയം അവർക്ക് ഉറപ്പായിരുന്നു. ബട്ട് പീപ്പിൾ ലൈക്ക് ദാറ്റ് ഹാവ് ഹാഡ് സ്പെക്ടാക്കുലർ ആൻഡ് പവർഫുൾ റിക്കവറീസ്. അവർക്ക് തീർച്ചയായും വിജയകരമായിട്ടുള്ള ഒരു ജീവിതം തിരിച്ചു കിട്ടി. പവർഫുൾ റിക്കവറി, അതല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സുബോധം വീണ്ടെടുക്കൽ തിരിച്ചു കിട്ടി.
ദർ ആർ എക്സംഷൻ, ചില എക്സംഷൻസിനെ കുറിച്ച് പറയാണ്. സം പീപ്പിൾ, അല്ലെങ്കിൽ ചില ഒഴിവാക്കലുകൾ. സം പീപ്പിൾ ഹാവ് ബീൻ സോ ഡിസ്ട്രോയിഡ് ബൈ ആൽക്കഹോൾ ദാറ്റ് ദേ കനോട്ട് സ്റ്റോപ്പ്. അതായത് ചില ആളുകൾ മദ്യം കൊണ്ട് നശിച്ചു പോയവരാണ്, അവർക്ക് നിർത്താൻ കഴിയില്ല. സംടൈംസ് ആൽക്കഹോൾ ഇസ് മെയ്ഡ് വേഴ്സ് ബൈ അതർ ഇൽനസ്. മദ്യാസക്തി കൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങൾ കൂടി വന്നവരുണ്ടാകാം. അത് കൂടുതൽ അപകടകരമായ അല്ലെങ്കിൽ മോശകരമായ സ്ഥിതിയിലാകാം. എ ഗുഡ് ഡോക്ടർ ഓർ സൈക്കാട്രിസ്റ്റ് ക്യാൻ ടെൽ യു വെദർ ദിസ് കോംപ്ലിക്കേഷൻസ് ആർ സീരിയസ്. അപ്പോൾ ഒരു നല്ല ഡോക്ടർക്കോ മനഃശാസ്ത്രജ്ഞനോ നിങ്ങളെ മാനസിക രോഗ വിദഗ്ധനോ നിങ്ങളെ സഹായിക്കാൻ കഴിയും. എന്താണ്, എത്രമാത്രം കോംപ്ലിക്കേഷൻ, ഇത്തരം ഒരു അവസ്ഥ ഗൗരവമാകുന്ന അവസ്ഥയാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, എന്തൊക്കെ സംഭവിച്ചാലും ട്രൈ ടു ഗെറ്റ് യുവർ പാർട്ണർ ടു റീഡ് ദിസ് ബുക്ക്. എന്തൊക്കെ തന്നെയായാലും അവർക്ക് ഈ ഒരു ബുക്ക് കൊടുക്കുക. ദേ മേ റിയാക്ട് വിത്ത് എന്തൂസിയാസം. പലപ്പോഴും അവർ സന്തോഷത്തോടു കൂടി പെരുമാറും. ഇഫ് യുവർ പാർട്ണർ ഈസ് ഓൾറെഡി ഇൻ ദ ഹോസ്പിറ്റൽ ബട്ട് ബോത്ത് യു ആൻഡ് യുവർ ഡോക്ടർ ബിലീവ് ദേ വാണ്ട് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്, ലെറ്റ് ദം ട്രൈ AA. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് നിങ്ങൾ വിചാരിക്കുകയാണ്, ഡോക്ടറും നിങ്ങളും വിചാരിക്കുകയാണ് അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് കുടി നിർത്താനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ ലെറ്റ് ദം ട്രൈ AA അൺലെസ് ഡോക്ടർ സേസ് ഇറ്റ്സ് ടു ഡേഞ്ചറസ്. അതായത് മദ്യാസക്തൻ കൂടുതൽ അപകടകരമായ അവസ്ഥയിലല്ല അവന്റെ ശരീരവും മനസ്സും എങ്കിൽ അവന് AA ട്രൈ ചെയ്യാൻ പറയാം. വി ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് ആൽക്കഹോളിക്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർ മെനി ഇയേഴ്സ്. എന്തുകൊണ്ടെന്നാൽ ഇത് പറയാനുള്ള ഒരു കാരണമുണ്ട്. വർഷങ്ങളായി ആശുപത്രികളിൽ കിടക്കുന്ന ഇത്തരം രോഗികളുമായിട്ടുള്ള പ്രവർത്തിച്ച് പരിചയമുള്ളതാണ് എന്ന് പറയുന്നത്. സിൻസ് ദിസ് ബുക്ക് വാസ് ഫസ്റ്റ് there is another. അപ്പൊ അതായത് ഈ ബുക്ക് ഇറക്കുന്ന ഇതിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ തൊട്ട് മുമ്പും അതിനുശേഷം ഒക്കെ ആശുപത്രിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ അടുത്ത പാരഗ്രാഫില് there is another overwhelming fear you may feel. നിങ്ങൾക്ക് മറ്റൊരു ഭയം ചുറ്റിപ്പറ്റി പിണയാം. that your partner will lose their job. അതായത് അവരുടെ പാർട്ണറിന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം കുടി മൂലം. യു ആർ തിങ്കിങ് ഓഫ് ദ എംബാരസ്മെന്റ് ആൻഡ് ഹാർഡ് ടൈം ദാറ്റ് യു ആൻഡ് ദ ചിൽഡ്രൻ വിൽ ഹാവ് ദ ലൈഫ് ത്രൂ. അതായത് ഒരു പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒരു മോശകരമായിട്ടുള്ള വളരെ കഠിനമായുള്ള സമയത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന്. ആൻഡ് യു മേ ഹാവ് ടു ഡു ജസ്റ്റ് ദാറ്റ് ഓർ യു മേ ഓൾറെഡി ഹാവ് ഡൺ ഇറ്റ് സെവറൽ ടൈംസ്. അപ്പൊ നിങ്ങളിപ്പോ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ധാരാളം സമയം ഇങ്ങനെ ചിന്തിച്ചോ. ഇഫ് ഇറ്റ് ഹാപ്പൻസ് അഗൈൻ, വീണ്ടും ഇത്, അതായത് ജോലി നഷ്ടപ്പെട്ടത് ഇതിനു മുമ്പ് നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി പലപ്പോഴും ഇത് നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജോലി തൽക്കാലം ഇപ്പൊ ഒന്നും പോയിട്ടുണ്ടാവുള്ളൂ. ഇഫ് ഇറ്റ് ഹാപ്പൻസ് അഗൈൻ, ഇത് വീണ്ടും സംഭവിക്കണം. തിങ്ക് അബൌട്ട് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് റൈറ്റ്. അതായത് വ്യത്യസ്തമായ മറ്റൊരു വെളിച്ചത്തിലൂടെ ഇത് കാണുക. മേ ബി ദ ഹാർഡ് ടൈംസ് വിൽ ടേൺ ഔട്ട് ടു ബി എ ബ്ലെസ്സിങ്. ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ്. ദിസ് ബാഡ് സിറ്റുവേഷൻ മേ കൺവിൻസ് യുവർ പാർട്ണർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഫോർ എവർ. ഇത്തരമുള്ള അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ, ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ മോശം അവസ്ഥ നമ്മുടെ പാർട്ണറെ ഡ്രിങ്കിങ് മദ്യാസക്തിയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കണം. ടൈം ആഫ്റ്റർ ടൈം, അല്ലെങ്കിൽ ഓരോ സമയങ്ങൾ കഴിയുമ്പോൾ സംതിങ് ദാറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ഡിസാസ്റ്റർ ഹാസ് ബിക്കം എ ഗിഫ്റ്റ്. അതായത് കൂടുതൽ സമയം കഴിയുമ്പോൾ, ടൈം ആഫ്റ്റർ ടൈം സമയം കഴിയും തോറും നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരിതം പലപ്പോഴും ഒരു സമ്മാനമായിട്ട് തോന്നാം. ഡിസാസ്റ്റർ ഓപ്പൺ ഓപ്പൺസ് എ പാത്ത് ടു ദ ഡിസ്കവറി ഓഫ് എ ഹയർ പവർ. ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ മറ്റൊരു പാത തെളിയിക്കുകയാണ്. എന്തിന്റെ പാതയാണ്? ഉന്നത ശക്തിയിൽ ആശ്രയിക്കാനുള്ള ഒരു പാതയിലേക്ക് നമ്മളെ നയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അടുത്തത് ഫൈൻഡിങ് യുവർ ഓൺ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ആത്മീയത കണ്ടെത്തുക. വായിക്കാവോ? ഫൈൻഡിങ് യുവർ ഓൺ സ്പിരിച്വാലിറ്റി. ഒരു ആധ്യാത്മിക തലത്തിൽ ജീവിച്ചാൽ അത് എത്രമാത്രം കൂടുതൽ നല്ലതാണെന്ന് ഈ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. കാലപ്പഴക്കമുള്ള ആൽക്കഹോളിസം എന്ന കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞ ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുവാൻ കഴിയും. മറ്റുള്ളവരെ പോലെ തന്നെ മദ്യപാന്മാരുടെ ഭാര്യമാരായ ഞങ്ങളും അഹങ്കാരം, സ്വയം സഹതാപം, അലങ്കാരഭ്രമം എന്നിവ കൊണ്ട് നിറഞ്ഞ മനസ്സുള്ളവരാണ് എന്ന് കണ്ടു. തൻ കാര്യമത്ര പ്രസക്തരായ സ്ത്രീകളാക്കി ഞങ്ങളെ അവ മാറ്റി. സ്വാർത്ഥതയുടെയും സത്യസന്ധതയില്ലായ്മയുടെയും കാര്യത്തിൽ വിജയം വരിച്ചവരായിരുന്നില്ല ഞങ്ങളുടെ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ തത്വങ്ങൾ പകർത്താൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ അഭിലഷണീയത ഞങ്ങൾക്കും ശരിയെന്ന് തോന്നിത്തുടങ്ങി. ആദ്യമൊക്കെ ഈ ഒരു സഹായം ആവശ്യമായിരുന്നുവെന്ന് ഞങ്ങളിൽ പലരും വിശ്വസിച്ചിരുന്നില്ല. മൊത്തത്തിൽ ഞങ്ങൾ വളരെ നല്ല സ്ത്രീകളായിരുന്നുവെന്നും ഞങ്ങളുടെ ഭർത്താക്കന്മാർ കുടിക്കാതെ ഇരുന്നാൽ കൂടുതൽ നല്ലവരായിരിക്കുവാൻ കഴിവുള്ളവരാണ് ഞങ്ങളെന്നും കരുതി. പക്ഷേ ദൈവത്തിൻ്റെ
ആവശ്യമില്ലാതെ നല്ലവരായിരുന്നു ഞങ്ങളെന്നുള്ള ആശയം വളരെ തരം താണതായിരുന്നു. ഇന്ന് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആത്മീയ തത്വങ്ങൾ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കുന്നതായി കാണുന്നു. തുടർന്നു വരുന്ന ഭയമില്ലായ്മ, മനപ്രയാസം, മുറിപ്പെട്ട വികാരങ്ങൾ എന്നിവയെല്ലാം അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ പ്രോഗ്രാം ശ്രമിച്ചു നോക്കാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കാരണം നിങ്ങളുടെ ഭർത്താവിനോടുള്ള സമൂലമായ മാറ്റം വന്ന മനോഭാവത്തോളം അതെങ്ങനെ ഉണ്ടാകുമെന്ന് ദൈവം കാണിച്ചു തരും. അയാളെ സഹായിക്കുന്ന മറ്റൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളെ ഉലച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമായ കുടിക്ക് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കും. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ഉടനെ പരിഹരിക്കപ്പെടുകയില്ല. വിത്ത് മണ്ണിൽ മുളയ്ക്കാൻ തുടങ്ങി എങ്കിലും വളർച്ച ആരംഭിക്കുക മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ എത്രമേൽ സന്തോഷമുള്ളവരാണെങ്കിൽ തന്നെയും ജീവിതത്തിൽ ഏറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പണ്ട് മുതലേയുള്ള പല പ്രശ്നങ്ങളും നിങ്ങളോടൊപ്പം അവശേഷിക്കുന്നുണ്ടാവും. അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. നിങ്ങളുടെ ഭർത്താവിൻ്റെയും ആത്മാർത്ഥതയും വിശ്വാസവും വലിയ പരീക്ഷണത്തിന് വിധേയമാവും. നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി ഈ വക കാര്യങ്ങളെ കണക്കാക്കണം. കാരണം അതങ്ങനെയാണ്. നിങ്ങൾ നേരെയാണെങ്കിൽ അവ നിങ്ങളോട് താഴോട്ട് വലിക്കുകയില്ല. പ്രത്യുത നിങ്ങൾ അവയെ പ്രയോജനപ്പെടുത്തും. അവയൊക്കെ തരണം ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ നല്ല ജീവിതം ഉയർന്നു വരും. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അസഹ്യത, മനസ്സിനേൽക്കുന്ന മുറിവുകൾ, അമർഷങ്ങൾ എന്നിവയാണ് ഈ നിഗൂഢ വിപത്തുകളിൽ ചിലത്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഭർത്താവ് കാര്യകാരണ വിവേചനമില്ലാതെ പെരുമാറുകയും അപ്പോൾ നിങ്ങൾക്ക് അയാളെ വിമർശിക്കേണ്ടി വരികയും ചെയ്തേക്കാം. ഗാർഹിക ചക്രവാളത്തിലെ ഒരു ചെറിയ പുള്ളിയിൽ നിന്ന് വഴക്കുകളുടെ വലിയ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയേക്കാം. ഇത്തരം കുടുംബ വഴക്കുകൾ വളരെ അപകടകരങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭർത്താവിനെ പലപ്പോഴും അവ ഒഴിവാക്കുന്നതിനും അത്തരം വഴക്കുകളെ നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തുന്നതിനുമുള്ള ക്ലേശങ്ങൾ നിങ്ങൾ തന്നെ സഹിക്കേണ്ടി വരും. അമർഷം എന്ന് പറയുന്നത് ഒരു അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം മാരകമായ ഒരു പ്രശ്നമാണ് എന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. എന്തെങ്കിലും യാഥാർത്ഥ്യമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവ് പറയുന്നതെന്തും സമ്മതിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരുതരം വിമർശന ബുദ്ധിയോടെ അല്ലെങ്കിൽ അമർഷം കലർത്തിയോ ഭർത്താവുമായി വിയോജിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ അർത്ഥമാക്കുന്നുള്ളൂ. നിസ്സാരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഗൗരവമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് ബോധ്യമാവും. ഇനിയൊരിക്കൽ എപ്പോഴെങ്കിലും എന്തു വിഷയത്തെക്കുറിച്ചായാലും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ ചൂടുപിടിച്ച വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേക ഗുണം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇത് കൂടുതൽ ഗൗരവമുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോപാവസ്ഥയിൽ എത്തിയതിൽ ഞാൻ ഖേദിക്കുന്നു. നമുക്കതിനെപ്പറ്റി പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പരസ്പരം പറയാൻ നിങ്ങൾ രണ്ടുപേർക്കും കഴിയണം. നിങ്ങളുടെ ഭർത്താവ് ഒരു ആധ്യാത്മിക അടിസ്ഥാനത്തിൽ ഉള്ള ജീവിതത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള എല്ലാ രീതിയിലും അയാൾ പൊരുത്തക്കേടുകളും തർക്കങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കും. തൻ്റെ സ്വബോധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അതിലും വലിയ കാര്യങ്ങൾ അയാൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഭർത്താവിനറിയാം. പണ്ടത്തെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ച് അയാളിൽ നിന്ന് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അയാൾ ചിന്തിക്കുന്ന രീതിയും പ്രവർത്തിക്കുന്ന രീതിയും വർഷങ്ങളോളം നിലനിന്ന ശീലങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ക്ഷമ, സഹനശക്തി, ശരിയായ ധാരണ, സ്നേഹം എന്നിവയാണ് മുഖ്യ ഘടകങ്ങൾ. ഇവയൊക്കെ നിങ്ങളിലുണ്ടെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുക. എങ്കിലും അയാളും ഇതെല്ലാം തന്നെ നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും. ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ തത്വം. നിങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് താല്പര്യം കാണിക്കുകയാണെങ്കിൽ പിന്നെ പരസ്പരം കുറ്റപ്പെടുത്തേണ്ട ആവശ്യം വരികയില്ല. പെണ്ണുങ്ങൾ ഒരാദർശ പുരുഷന്റെ ചിത്രം എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു. ഞങ്ങളുടെ ഭർത്താവായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട ഒരുവന്റെ മദ്യപാന പ്രശ്നം ഒരിക്കൽ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ സങ്കല്പത്തിൽപ്പെട്ട തരത്തിലുള്ള ആളായി സ്വന്തം ഭർത്താവ് യോഗ്യത പ്രാപിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു കാര്യമാണ്. നിങ്ങളെപ്പോലെ തന്നെ അയാളും അത്തരമൊരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കില്ല എന്നതാണ് സത്യം. അയാളുടെ പുരോഗതി ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷമാപൂർവം കാത്തിരിക്കുക. താങ്ക് യു. അതായത് ഫൈൻഡിങ് യുവർ ഓൺ സ്പിരിച്വാലിറ്റി, നിങ്ങളോട് തന്നെ ഒരു ആത്മീയത കണ്ടെത്തുക എന്നുള്ള ഭാഗം പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുക. അപ്പൊ ഈ ഹെഡിങ് എല്ലാം നമ്മുടെ പഴമക്കാരായിട്ടുള്ള ആളുകൾ പിന്നീട് ബുക്ക് എഴുതിയതിനു ശേഷം അവര് ആ ഭാഗം എന്താണ് വിവരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം കൊടുത്തതാണ്. അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്നതല്ല. പലപ്പോഴും എന്റെ സ്പോൺസർമാരും പിന്നെ പല വിശദീകരണ കുറിപ്പുകളും ഒക്കെ കണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഇതാണ് ഫൈൻഡിങ് യുവർ ഓൺ സ്പിരിച്വാലിറ്റി. അപ്പൊ ഈ ഒരു ആത്മീയത കണ്ടെത്തുക. ഇൻ അതർ പാർട്സ് ഓഫ് ദിസ് ബുക്ക്, നമ്മുടെ ഈ ബുക്കിന്റെ മറ്റ് പല ഭാഗങ്ങളിലും വി ഹാവ് ടോക്ക്ഡ് അബൌട്ട് ഹൗ മച്ച് ബെറ്റർ ലൈഫ് ഇൻ വെൻ
ലിവഡ് ഇൻ എ സ്പിരിച്വൽ വേ. അതായത് ആത്മീയ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നത് എത്ര നല്ലതാണ് എന്ന് ഈ ബുക്ക് മൊത്തത്തിൽ, അല്ലെങ്കിൽ ബുക്കിന്റെ പ്രധാന ഉദ്ദേശം തന്നെ അതാണ്. ഇഫ് ഗോഡ് ക്യാൻ സോൾവ് ദ ഏൻഷ്യൻ പസിൽ ഓഫ് ആൽക്കഹോളിസം, അതായത് ദൈവത്തിന് നമ്മുടെ ആൽക്കഹോളിസത്തിന്റെ ഈ ഏൻഷ്യൻ പസിൽ എന്ന് വെച്ചാൽ പുരാതനമായിട്ടുള്ള ഈ പസില് സോൾവ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയും. ഗോഡ് ഓഫ് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. അതായത് നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിനാണ് അത് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. എ ഗോഡ് ഓഫ് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ സോൾവ് യുവർ പ്രോബ്ലംസ് ടു. അതായത് അങ്ങനെയുള്ള ഒരു ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഈ പാർട്ട്നേഴ്സ് ഓഫ് ആൽക്കഹോളിക്സ് ഹാവ് സഫേർഡ് ഫ്രം പ്രൈഡ്. അതായത് നമ്മളും, അതായത് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളും പ്രൈഡ്, സെൽഫ് പിറ്റി, അതായത് അഭിമാനം, അഹങ്കാരം, സ്വയം സഹതാപം, വാനിറ്റി, അല്ലെങ്കിൽ പൊങ്ങച്ചം, ആൻഡ് ഓൾ ദ തിങ്സ് ദാറ്റ് ക്രിയേറ്റ് എ സെൽഫ് സെന്റേർഡ് പേഴ്സൺ. ഇതെല്ലാം കൂടിയാണ് നമ്മളെ ഈ അഹങ്കാരം, അല്ലെങ്കിൽ ആത്മാഭിമാനം, അല്ലെങ്കിൽ ആത്മാനുകമ്പ, അല്ലെങ്കിൽ പൊങ്ങച്ചം, ഇതെല്ലാം കൂടിയാണ് നമ്മളെ ഒരു സെൽഫ് സെന്റേർഡ് പേഴ്സൺ ആക്കുന്നത്, അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃത വ്യക്തി. നമ്മുടെ കാര്യം അകത്ത് നടക്കുന്നു, മറ്റുള്ളവരെ പരിഗണിക്കാത്ത ഒരാളാക്കി നമ്മൾ മാറ്റും. വി വെയർ നോട്ട് എബോവ് സെൽഫിഷ്നെസ് ഓർ ഡിസ്ഹോണസ്റ്റി. നമ്മൾ ഒരിക്കലും ഈ പറയുന്ന സ്വാർത്ഥതയിൽ നിന്നോ സത്യസന്ധതയില്ലായ്മയിൽ നിന്നോ മുകളിലല്ല. As our partner began to apply a spiritual principle in their lives, we saw how those principles might help us too. അതായത് പങ്കാളികൾ ഈ പറയുന്ന സ്പിരിച്വൽ ആത്മീയ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മളെ എന്തുമാത്രം സഹായിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അറ്റ് ഫസ്റ്റ്, ആദ്യം തന്നെ, സം ഓഫ് us did not believe we needed this help. ആദ്യകാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നില്ല ഇത്തരം സഹായം നമുക്ക് വേണ്ടി വരുന്നു. വി തോട്ട് വി വെയർ പെർഫെക്റ്റ്ലി ഫൈൻ പീപ്പിൾ. അതായത് നമ്മൾ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് നമ്മള് തീർച്ചയായും പെർഫെക്റ്റ്ലി അത്രയും ഉന്നതമായിട്ടുള്ള നല്ല വ്യക്തികളാണ്. ഏബിൾ ടു ബിക്കം നൈസർ ഇഫ് അവർ പാർട്ട്നർ സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അതായത് ഇനിയിപ്പോ കുടി അങ്ങ് ഭർത്താവ് നിർത്തുവാണെങ്കിൽ അതിൽ കൂടുതലും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോ കൂട്ടുകാരനൊക്കെ നിർത്തുവാണെങ്കിൽ അതിൽ കൂടുതൽ നൈസായിട്ട് ഞാൻ മാറ്റാൻ കഴിയും. ഇപ്പൊ നൈസാണ്, പക്ഷെ എന്റെ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ മറ്റുള്ള ഞാൻ നോക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തി കുടി നിർത്തും കൂടി ആണെങ്കിൽ ഞാൻ വീണ്ടും ഫൈൻ ആവുന്നു. ബട്ട് ഇറ്റ് വാസ് എ സില്ലി ഐഡിയ. ഇതൊരു വളരെ മോശമായ ആശയമാണ്, അല്ലെങ്കിൽ ചെറുതായ ആശയമാണ്. ദാറ്റ് വി വെയർ ടു ഗുഡ് ടു നീഡ് എ ഹയർ പവർ. അതായത് നമ്മൾക്ക് കൂടുതൽ നന്നാവണമെങ്കിൽ നമുക്കൊരു ഉന്നത ശക്തിയുടെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയൊരു ശക്തിയുടെ സഹായം ആവശ്യമുണ്ട്. നൗ വി ട്രൈ ടു പുട്ട് സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ടു വർക്ക് എവരി ഏരിയ ഓഫ് അവർ ലൈഫ്സ്. അതായത് നമ്മൾ ഈ ആത്മീയ തത്വങ്ങള് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രയോഗിക്കണം. വെൻ വി ഡു ദാറ്റ്, നമ്മൾ അത് ചെയ്യുമ്പോൾ വി ഫൈൻഡ് ഇറ്റ് സോൾവ് അവർ പ്രോബ്ലംസ് ടു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത്. ലിവിങ് വിത്ത് ലെസ് ഫിയർ, അതായത് കുറഞ്ഞ ഭയത്തോടുകൂടി, വറി അല്ലെങ്കിൽ സങ്കടത്തോടുകൂടി, ആൻഡ് ഹർട്ട് ഫീലിങ്സ്, അതായത് മറ്റുള്ളവർ നമ്മളെ ദ്രോഹിച്ചു എന്നുള്ള ഫീലിങ്സോട് കൂടിയൊക്കെ അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഇല്ലാതെ ജീവിക്കുക എന്നത് വണ്ടർഫുൾ തിങ് ആണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വി ആർജ് യു ട്രൈ ടു അവർ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ പ്രോഗ്രാം സ്വീകരിക്കണം. കാരണം അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. വെൻ യു ഫൈൻഡ് യുവർ കണക്ഷൻ ടു യുവർ ഹയർ പവർ, നിങ്ങൾ നിങ്ങളുടെ വലിയ ശക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടുമ്പോൾ യു വിൽ ഓൾസോ ഫൈൻഡ് എ ന്യൂ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് യുവർ പാർട്ണർ. നിങ്ങൾക്ക് നമ്മുടെ കൂട്ടാളികളുമായിട്ടുള്ള പങ്കാളിയുമായിട്ടുള്ള ഒരു മനോഭാവത്തിൽ മാറ്റം വരും. അങ്ങനെ ഒരു പുതിയ മനോഭാവം അവരെ സഹായിക്കും. ദാറ്റ് ന്യൂ ആറ്റിറ്റ്യൂഡ് വിൽ ഹെൽപ്പ് ദം മോർ ദാൻ എനിത്തിങ് എൽസ്. ഇത് മറ്റുള്ള എന്ത് കാര്യത്തെക്കാൾ കൂടുതലായി ഈ തരം ആറ്റിറ്റ്യൂഡാണ് പുതിയ മനോഭാവമാണ് അവരെ സഹായിക്കുന്നത്. ഇഫ് യു ആൻഡ് യുവർ പാർട്ണർ ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദെയർ ഡ്രിങ്കിങ് പ്രോബ്ലം, യു വിൽ ബി വെരി ഹാപ്പി. അതായത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഈ പറയുന്ന സൊല്യൂഷൻ, അതായത് മദ്യാസക്തിക്കുള്ള സൊല്യൂഷനെ സ്പിരിച്വാലിറ്റി കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷവാരാകും. ബട്ട് ഓൾ ഓഫ് യുവർ പ്രോബ്ലം വിൽ നോട്ട് ബി സോൾവ് അറ്റ് വൺസ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കുടി നിർത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് തീരുകയില്ല. എ സീഡ് ഹാസ് സ്റ്റാർട്ടഡ് ടു സ്പ്രോട്ട് ഇൻ ന്യൂ സോയിൽ. അതായത് ഒരു വിത്ത് നല്ല മണ്ണിൽ വിതയ്ക്കുന്നത് പോലെയാണത്, അല്ലെങ്കിൽ പുതിയൊരു മണ്ണിൽ വിതയ്ക്കുന്ന പോലെയാണ്. ബട്ട് ഗ്രോത്ത് ഹാസ് ഓൺലി ബിഗൻ. അതായത് അവരുടെ വളർച്ച, ആ വിത്തിന്റെ വളർച്ച തുടങ്ങിയിട്ടുള്ളൂ. ഇൻസ്പൈറ്റ് ഓഫ് യുവർ ന്യൂ ഫൗണ്ട് ഹാപ്പിനെസ്, അതായത് നിങ്ങൾ കണ്ടുപിടിച്ച പുതിയ സന്തോഷം, അതായത് കുടി നിർത്തി എന്ന് പറയുന്ന ഈ സ്പിരിച്വാലിറ്റി കണ്ടു കഴിയുമ്പോൾ there will be ups and downs. അവിടെ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാവും.
മെനി ഓഫ് ദ ഓൾഡ് പ്രോബ്ലംസ് വിൽ ഫോളോ യു. പലപ്പോഴും നിങ്ങളുടെ പഴയ പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരാം. ദിസ് ഈസ് ആസ് ഇറ്റ് ഷുഡ് ബി. അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ദ ഫെയ്ത്ത് ആൻഡ് സിൻസിയറിറ്റി ദാറ്റ് യു ബോത്ത് ഫീൽ വിൽ ബി പുട്ട് ടു ദി ടെസ്റ്റ്. അതായത് നിങ്ങളുടെ വിശ്വാസവും ആത്മാർത്ഥതയും രണ്ടു വികാരങ്ങളുമാണ് പരീക്ഷണത്തിനായി ഇട്ട് കൊടുക്കേണ്ടത്. ദിസ് ടെസ്റ്റ് ഷുഡ് ബി കൺസിഡർ പാർട്ട് ഓഫ് യുവർ എഡ്യൂക്കേഷൻ. അതായത് ഇതെല്ലാം എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്? വിദ്യാഭ്യാസത്തിലൂടെയാണ്. യു വിൽ ബി ലേണിംഗ് ടു ലൈവ് ഇൻ എ ന്യൂ വേ. അതായത് ഒരു വിദ്യാഭ്യാസം, നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയാറുണ്ട്. കാരണം ഇത് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ലേണിംഗ് ടു ലൈവ് ഇൻ എ ന്യൂ വേ, പുതിയൊരു വഴി ജീവിക്കാൻ വേണ്ടി പഠിച്ചെടുക്കുകയാണ്. യു വിൽ മേക്ക് മിസ്റ്റേക്സ്. നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യാം. ബട്ട് ഇഫ് യു ആർ ഡിറ്റർമൈൻഡ് ദേ വിൽ നോട്ട് ഡ്രാഗ് യു ഡൗൺ. അതായത് നമ്മൾ തെറ്റുകൾ ചെയ്യാം, മിസ്റ്റേക്കുകൾ ചെയ്യാം, പക്ഷെ ആ തെറ്റുകൾ നമ്മളെ ഒരിക്കലും വലിച്ച് താഴെ ഇടരുത്. എ ബെറ്റർ വേ ഓഫ് ലൈഫ്, ഏറ്റവും നല്ല ജീവിതത്തിന് വിൽ കം ടു യു വെൻ ദിസ് മിസ്റ്റേക്സ് ആർ ബിഹൈൻഡ് യു. അപ്പോൾ ഇത്തരം തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെറ്റുകൾ നമ്മൾ പുറകിലോട്ട് വിടുകയാണ് എന്നതാണ് നല്ല ജീവിതം നയിക്കാൻ. ബെറ്റർ വേ ഓഫ് ലൈഫ് വിൽ കം ടു യു വെൻ ദിസ് മിസ്റ്റേക്സ് ആർ ബിഹൈൻഡ് യു. അപ്പൊ ഇത്തരം നല്ലൊരു ജീവിതം വന്നത് തന്നെ ഇത്തരം തെറ്റുകൾ നമ്മളുടെ പുറകിലൂടെ വന്നതുകൊണ്ടാണ്, അല്ലെ പുറകിലുള്ളത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുന്നത്. അപ്പം ബെറ്റർ വേ ഓഫ് ലൈഫ്, നല്ലൊരു ജീവിതം നയിക്കുന്നതിന് ഈ തെറ്റുകൾ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സം ഓഫ് അവർ സെറ്റ് ബാക്സ് വിൽ ബി ഇറിറ്റേഷൻ. ചില കാര്യങ്ങളിൽ നമുക്ക് അസ്വസ്ഥനാകാം, ഹർട്ട് ഫീലിങ്സ്, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ വൈകാരികമായിട്ട് നമുക്ക് ഹർട്ട് ഫീലിങ്സ് ഉണ്ടാകാം. ആൻഡ് റെസൻമെന്റ്സ്, നമുക്ക് നീരസം ഉണ്ടാകാം. യുവർ പാർട്ണർ വിൽ സംടൈംസ് ബി അൺറീസണബിൾ ആൻഡ് യു വിൽ വാണ്ട് ടു ക്രിട്ടിസൈസ് ദം. പലപ്പോഴും നമ്മുടെ പാർട്ട്നേഴ്സ് അൺറീസണബിൾ ആയിരിക്കാം. അതായത് ഒരു കാരണവും ഇല്ലാതെ വിൽ വാണ്ട് ടു ക്രിട്ടിസൈസ് ദം. പലപ്പോഴും അവര് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെയുള്ള, അല്ലെങ്കിൽ ഒരു കാര്യഗൗരവമില്ലാത്ത, അല്ലെങ്കിൽ അൺറീസണബിൾ എന്ന് വെച്ചാൽ ഒരു കാര്യഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പല കാര്യങ്ങൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അവരെ തർക്കിക്കാൻ, ക്രിട്ടിസൈസ് അല്ലെങ്കിൽ അവരെ വിമർശിക്കാൻ തോന്നിയേക്കാം. സ്റ്റാർട്ടിങ് ആസ് എ ടൈനി സ്പെക്ക് ഓൺ ദ ഡൊമസ്റ്റിക് ഹൊറിസോൺ. അതായത് വീട്ടിലെ ഈ പറയുന്ന ചെറിയ കറ, അല്ലെങ്കിൽ ടൈനി സ്പെക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള കറ അല്ലെങ്കിൽ ഒരു കളങ്കം, ഡൊമസ്റ്റിക് ഹൊറിസോൺ, അതായത് വീട്ടിലെ പ്രദേശങ്ങളിൽ ഗ്രേറ്റ് തണ്ടർ ക്ലൗഡ്സ് ഓഫ് ആങ്കർ മേ ഗാദർ. അതായത് വീടിന്റെ ഹൊറിസോണില് അത് വലിയ തണ്ടർ ക്ലൗഡ്സ്, അതായത് ഇടിമിന്നലൊക്കെ വരുന്നത് പോലെയുള്ള ആകാശത്ത് നമുക്ക് കറുത്ത മേഘങ്ങളൊക്കെ ഉടഞ്ഞുകൂടുന്നത് പോലെ ദേഷ്യത്തിന്റെ ഒരു ചുറ്റുപാട് വീട്ടിലുണ്ടാക്കാം. ദിസ് ഫാമിലി ആർഗ്യുമെന്റ്സ് ആർ വെരി ഡേഞ്ചറസ്. ഇത്തരത്തിലുള്ള കുടുംബ വഴക്കുകൾ വളരെ അപകടം നിറഞ്ഞാണ്, എസ്പെഷ്യലി ടു യുവർ പാർട്ണർ, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ണറോട്. ഓഫൺ യു മസ്റ്റ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ അവോയ്ഡിങ് ദം ഓർ കീപ്പിംഗ് ദം അണ്ടർ കൺട്രോൾ. അതായത് ഒന്നില്ലെങ്കിൽ അത്തരമുള്ള ദേഷ്യപ്പെടലുകളിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കണം. അല്ലെങ്കിൽ കീപ്പിംഗ് ദം അണ്ടർ കൺട്രോൾ, അതിന് അങ്ങനെയുള്ള ദേഷ്യത്തിന് ഒരു നിയന്ത്രണം വരുത്തണം. നെവർ ഫോർഗെറ്റ് ദാറ്റ് റെസെന്റ്മെന്റ് ഈസ് എ ഡെഡ്ലി ഫോഴ്സ് ഫോർ ആൻ ആൽക്കഹോളിക്. അതായത് നമ്മളൊരു കാര്യം ഓർക്കണം, നീരസമാണ് ഒരു ആൽക്കഹോളിക്കിന്റെ ഏറ്റവും മരണകരമായ ഫോഴ്സ്, വീണ്ടും കുടിയിലേക്ക് പോകുന്ന ഡെഡ്ലി ഫോഴ്സ്. വി ഡു നോട്ട് മീൻ ദാറ്റ് യു ഹാവ് ടു എഗ്രി വിത്ത് യുവർ പാർട്ണർ. ഞങ്ങളിത് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പാർട്ണറുമായിട്ട് എഗ്രി ചെയ്യണം, അല്ലെങ്കിൽ സമ്മതിക്കണമെന്നല്ല. വെന്നെവർ യു ഹാവ് ആൻ ഹോണസ്റ്റ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, നിങ്ങൾക്ക് തീർച്ചയായും ഒരു സത്യസന്ധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകാം, സത്യസന്ധമായിരിക്കാം. ജസ്റ്റ് ബി കെയർഫുൾ നോട്ട് ടു ഡിസഗ്രി ഇൻ എ റീസൺഫുൾ ഓർ ക്രിട്ടിക്കൽ വേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആ സത്യസന്ധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പാർട്ണറുടെ മുമ്പിൽ അവതരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതൊരു നീരസത്തിന്റെയോ വിമർശനാത്മകമായിട്ടുള്ള വഴിയിലൂടെയോ അവിടെ അവതരിപ്പിക്കാതെ, അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. യു ആൻഡ് യുവർ പാർട്ണർ വിൽ ഫൈൻഡ് ദാറ്റ് യു ക്യാൻ ഡീൽ വിത്ത് സീരിയസ് പ്രോബ്ലംസ് മോർ ഈസിലി ദാൻ സ്മോൾ വൺസ്. അപ്പം ഗൗരവമായിട്ടുള്ള പല പ്രശ്നങ്ങളും വളരെ കാര്യഗൗരവമായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് ടൈം യു ഹാവ് എ ഹീറ്റഡ് ഡിസ്കഷൻ, അതായത് നിങ്ങളുടെ പാർട്ണറുമായിട്ട് ചൂടേറിയ ചർച്ചകൾ ഉണ്ടാകാം. ഏതർ ഓഫ് യു ഷുഡ് ബി ഏബിൾ ടു സ്മൈൽ ആൻഡ് സേ, ഒരു പക്ഷേ
നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ നിങ്ങളുടെ ബെസ്റ്റ് വൺസിനോ അല്ലെങ്കിൽ ലവ്ഡ് വൺസിനോ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയും, ദിസ് ഈസ് ഗെറ്റിംഗ് സീരിയസ്, ഇത് കൂടുതൽ ഗൗരവമാകുന്നു, ഐ ആം സോറി ഐ ഗോട്ട് ടു അപ്സെറ്റ്, ഞാൻ ഗോട്ട് സോ അപ്സെറ്റ്, ഞാൻ വളരെയധികം അപ്സെറ്റ് ആകുന്നു, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ, ഇതിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇഫ് യുവർ പാർട്ണർ ഈസ് ട്രൈങ് ടു ലൈവ് സ്പിരിച്വലി, അതായത് അദ്ദേഹം ആത്മീയ അല്ലെങ്കിൽ അവൾ ആത്മീയ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ തയ്യാറാവുകയാണ്, ദേ വിൽ ഓൾസോ ബി ട്രൈങ് ടു അവോയ്ഡ് ഡിസഗ്രിമെന്റ് ഓർ കണ്ടൻഷൻ, അവർ നമ്മളുടെയുള്ള തർക്കത്തിനോ കലഹത്തിനോ ഒരു മത്സരത്തിനോ വിവാദത്തിനോ നിന്ന് തരികയില്ല, അവര് സമ്മതിച്ച് തരികയില്ല, അവര് മാറും. അവരൊരു ആത്മീയ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഇത്തരം തർക്കങ്ങളോ കലഹങ്ങളോ മത്സരങ്ങളോ വിവാദങ്ങളോ ഒന്നും ഉണ്ടാകില്ല. യുവർ പാർട്ണർ നോസ് ദേ ഓവ് യു മോർ ദാൻ സ്റ്റോപ്പിംഗ് ഡ്രിങ്കിങ്, അവർക്കറിയാം, അല്ലെങ്കിൽ പാർട്ണർക്ക് അറിയാം, കുടി നിർത്തുന്നതിനായി ഒരുപാട് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ദേ വാണ്ട് ടു മേക്ക് ഗുഡ്, അവർക്ക് നന്നായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. യു മസ്റ്റ് നോട്ട് എക്സ്പെക്ട് ടു മച്ച്, പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരു പാർട്ണറെ കുറിച്ച് കൂടുതലധികം അമിതമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ ആഗ്രഹം വെച്ച് പുലർത്തരുത്. ദെയർ വേ ഓഫ് തിങ്കിങ്, അവരുടെ ചിന്തകൾ ആൻഡ് ഡൂയിങ് ആർ ഹാബിറ്റ്സ് ഫോംഡ് ഓവർ മെനി ഇയേഴ്സ്, അവരുടെ ചിന്താ വഴികൾ, അവരുടെ ശീലങ്ങൾ അത് എങ്ങനെ ഫോം ചെയ്തതാണ്? ധാരാളം വർഷങ്ങൾക്ക് ശേഷം ഫോം ചെയ്തതാണ്. പേഷ്യൻസ്, ക്ഷമ, ടോളറൻസ്, സഹനം, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ, ആൻഡ് ലവ് മസ്റ്റ് ബിക്കം യുവർ മാൻട്രസ്. അപ്പൊ ഇത്തരം കാര്യങ്ങളായിരിക്കണം നമ്മളുടെ അടിസ്ഥാന കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ക്ഷമ, സഹനം, മനസ്സിലാക്കൽ, സ്നേഹം. ഷോ യുവർ പാർട്ണർ ദിസ് തിങ്സ് ഇൻ യുവർ ലൈഫ് യുവർ സെൽഫ് ആൻഡ് ദേ വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ടു യു. അപ്പോ ഇത് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ റിഫ്ലക്ട് ചെയ്യും, പ്രതിബിംബിക്കും, അവർ നിങ്ങൾക്ക് തിരിച്ചു തരും. ലിവ് ആൻഡ് ലെറ്റ് ലിവ് ഈസ് ദ ട്രൂത്ത്. ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് നമ്മുടെ. ഇഫ് യു ബോത്ത് ആർ വില്ലിംഗ് ടു വർക്ക് ഓൺ യുവർ ഡിഫക്ട്സ്, നിങ്ങൾ രണ്ടുപേരും ഇത്തരം സ്വഭാവ വൈകല്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, യു വോണ്ട് നീഡ് ടു ക്രിട്ടിസൈസ് ഈച്ച് അതർ, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്തുക. വി പാർട്ട്നേഴ്സ് ഓഫ് ആൽക്കഹോളിക്സ് ക്യാൻ ഇമാജിൻ ദ സോർട്ട് ഓഫ് പേഴ്സൺ വി വുഡ് ലൈക്ക് അവർ പാർട്ട്നേഴ്സ് ടു ബിക്കം. അതായത് പലപ്പോഴും പാർട്ട്ണർമായിട്ടുള്ള ആൽക്കഹോളിക്കിന്റെ പാർട്ട്നേഴ്സ് ഒരു ഭാവനാ ജീവിയാണ്. അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമ്മുടെ കുടിയനായിട്ടുള്ള അല്ലെങ്കിൽ മദ്യാസക്തനായിട്ടുള്ള പാർട്ണർ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഭാവനയിലാണ് നമ്മൾ. ഇറ്റ്സ് വെരി നോർമൽ ടു അസ്യൂം ദാറ്റ് വെൻ ദ സ്റ്റോപ്പ് ഡ്രിങ്കിങ്. ഒരു പക്ഷേ കുടി നിർത്തിയ ഒരാളെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. ദേ വിൽ ട്രാൻസ്ഫോം ഇൻ ടു ദ പെർഫെക്റ്റ് പാർട്ട്ണർ. അതായത് അവർ വളരെ പെട്ടെന്ന് തന്നെ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പാർട്ണറായി മാറുമെന്ന് നമുക്ക് ചിന്തിക്കാം. ബട്ട് ഇൻ റിയാലിറ്റി സത്യം എന്താണെന്ന് വെച്ചാൽ, യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ദേ പ്രോബബ്ലി വിൽ നോട്ട്, അവർക്ക് അങ്ങനെ സാധിക്കില്ല. ബിക്കോസ് ജസ്റ്റ് ലൈക്ക് യു, നിങ്ങൾക്ക് പറ്റാത്തതുപോലെ തന്നെ യുവർ പാർട്ണർ ഈസ് ജസ്റ്റ് ബിഗിനിങ് ടു ഗ്രോ, ബി പേഷ്യന്റ്. അതായത് നിങ്ങളുടെ പാർട്ണർ ജസ്റ്റ് വളരാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത ഡിഫിക്കൽട്ട് ഫീലിംഗ് അറൈസ് ഇൻ ദ റിക്കവറി പ്രോസസ്. അത് കുടിയുടെ അല്ലെങ്കിൽ കുടിച്ചിരുന്നതിന് ശേഷം വീണ്ടെടുക്കലിന്റെ പ്രോസസ്സിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള പല ഫീലിങ്സും വരാണ്ട് ആ ഭാഗമാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. വായിക്കാവോ? ഡിഫിക്കൽട്ട് ഫീലിങ്സ് അറൈസ് ഇൻ ദ റിക്കവറി പ്രോസസ്. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരാനിടയുള്ള മറ്റൊരു തോന്നൽ സ്നേഹവും കൂറും കൊണ്ട് സ്വന്തം ഭർത്താവിൻ്റെ അമിത മദ്യപാന രോഗം സുഖപ്പെടുത്തുവാൻ പറ്റുന്നില്ല എന്ന അമർഷമാണ്. ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കമോ അതുമല്ലെങ്കിൽ മറ്റൊരു അമിത മദ്യപാന രോഗിയുടെ പരിശ്രമങ്ങളോ ഏതാനും ആഴ്ചകൾ കൊണ്ട് പൂർത്തിയാകുന്നതല്ല എന്നും അതുകൊണ്ടാണ് തങ്ങൾ വർഷങ്ങളോളം കഷ്ടപ്പെടേണ്ടി വരുന്നതെന്നും ഉള്ള ചിന്തകൾ ഞങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത്തരം ദുർബല നിമിഷങ്ങളിൽ ആൽക്കഹോളിസം ഒരു രോഗമാണെന്നുള്ളതും അതിന്മേൽ തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ശക്തിയുമില്ലെന്നും ഞങ്ങൾ മറക്കുന്നു. ഒരു ആത്മീയമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരത്തക്ക വിധം അയാളെ സജ്ജനാക്കിയത് നിങ്ങളുടെ സംരക്ഷണവും ത്യാഗവുമാണ് എന്ന് ആദ്യമായി ഏറ്റുപറയുന്നത് നിങ്ങളുടെ ഭർത്താവായിരിക്കും. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ കഷ്ണങ്ങളായി ചിതറിപ്പോയേനെ. അമർഷ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി കണക്ക് കൂട്ടുക. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കുടുംബം വീണ്ടും യോജിക്കപ്പെട്ടു. മദ്യം ഇനി മുതൽ ഒരു പ്രശ്നമല്ലാതായി. സ്വപ്നം കാണാൻ പോലും പറ്റാതിരുന്ന തരത്തിലുള്ള ഒരു ഭാവിയിലേക്ക് നിങ്ങളും ഭർത്താവും ഒരുമിച്ച് മുന്നേറുകയാണ്. മറ്റുള്ള ആളുകളിലേക്ക്, പ്രത്യേകിച്ചും അമിത മദ്യപാന രോഗികളിലേക്ക്
നിങ്ങളുടെ ഭർത്താവിന്റെ ചിന്ത കൂടുതലായി പതിയുന്നു എന്നതിൽ നിങ്ങൾ അസൂയാലുവായി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു ബുദ്ധിമുട്ട്. നിങ്ങൾ അയാളുമായുള്ള കൂടിക്കഴിയലിന് വേണ്ടി അതീവമായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അയാളാവട്ടെ മറ്റുള്ള ആളുകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സഹായിച്ചുകൊണ്ട് സമയം പോക്കുന്നു. ഇപ്പോൾ അയാൾ പൂർണ്ണമായും നിങ്ങളുടേതായിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അയാളുടെ തന്നെ സുബോധാവസ്ഥ നിലനിർത്തുന്നതിനായി അയാൾ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചില സമയത്ത് അയാൾ ഇക്കാര്യത്തിൽ കൂടുതൽ തൽപരനാവുന്നു. ഒരുപക്ഷെ മറ്റുള്ള എല്ലാറ്റിനെയും അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ വീട് പലപ്പോഴും അപരിചിതരെ കൊണ്ട് നിറയുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവരുടെ കുഴപ്പങ്ങൾ കേട്ട് അയാൾ ഉത്തേജിതനാവുകയും ചെയ്തേക്കാം. നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്താൽ അതൊരിക്കലും ഗുണം ചെയ്യുകയില്ല. അമിത മദ്യപാന രോഗികളോടുള്ള അയാളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ വിഘാതം സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു വലിയ തെറ്റായി ഞങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി അയാളുടെ അത്തരം ശ്രമങ്ങളുമായി നിങ്ങൾ യോജിച്ച് നീങ്ങുക. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഭർത്താവിന്റെ പുതിയ വിമുക്ത സുഹൃത്തുക്കളുടെ ഭാര്യമാരുമായി പങ്കിടുക എന്നുള്ളതാണ് ഞങ്ങൾ നിർദ്ദേശിക്കുവാനുള്ളത്. നിങ്ങൾ കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിച്ച നിങ്ങളെപ്പോലുള്ള സ്ത്രീയുടെ ഉപദേശവും സ്നേഹവും ആ സ്ത്രീകൾക്കും ആവശ്യമാണ്. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും വേണ്ടതിലധികം തനിച്ചാക്കപ്പെട്ട ജീവിതം നയിച്ചിട്ടുണ്ടായിരിക്കുവാനാണ് ഇട. കാരണം പലതവണയുള്ള കുടി ഒരു അമിത മദ്യപാന രോഗിയെ അയാളുടെ ഭാര്യയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങൾക്കും പുതുമയുള്ള താല്പര്യങ്ങളും മഹത്തായ ലക്ഷ്യവും വിജയകരമായ ജീവിതം നയിക്കുന്നതിന് മിക്കവാറും ആവശ്യമായിട്ടുണ്ട്. പരാതിപ്പെടുന്നതിന് പകരം നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ അയാളുടെ അമിതമായ ആവേശം കെട്ടടങ്ങുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു പുതിയ ഉത്തരവാദിത്വബോധം നിങ്ങൾ രണ്ടുപേരിലും ഉണർന്നു വരും. ജീവിതത്തിൽ നിന്ന് എന്ത് ലഭിക്കും എന്നുള്ളതിന് പകരം ജീവിതത്തിന് വേണ്ടി എന്ത് നൽകാൻ പറ്റും എന്നാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഒരുപോലെ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അനിവാര്യമായും കൂടുതൽ തികവുള്ളതാകും. കൂടുതൽ നല്ല ഒരു ജീവിതം ലഭിക്കുകയും പഴയ ശൈലിയിലുള്ള ജീവിതം ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് പുതിയതായി ലഭിച്ച ജീവിത രീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നല്ല തുടക്കം കുറിക്കുകയും കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അയാൾ കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ ദുഃഖാകുലയാക്കിയേക്കാം. അയാൾക്ക് യഥാർത്ഥത്തിൽ കുടിയിൽ നിന്ന് മാറണം എന്ന് നിങ്ങൾക്ക് കൂടി തൃപ്തികരമായ രീതിയിൽ ബോധ്യമായാൽ പിന്നെ നിങ്ങളെ ഇക്കാര്യത്തിൽ പ്രത്യേകം ജാഗ്രതയുള്ളതാക്കേണ്ടുന്ന കാര്യമില്ല. ഇനി ഒരിക്കലും ഒരു കുടിയിലേക്കുള്ള തിരിച്ചുപോക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരുടെയും കാര്യത്തിൽ ഇത് ശരിയായിരുന്നുവെങ്കിലും ചിലരുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോവുക എന്നുള്ളത് ഒരു ചീത്ത കാര്യമല്ല. കുടിയെ അതിജീവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മീയമായ പരിപാടികൾ ഇരട്ടിക്കിരട്ടിയായി അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് പെട്ടെന്ന് അയാൾക്ക് ബോധ്യമാകും. അയാളുടെ ആത്മീയമായ കുറവുകളെക്കുറിച്ച് നിങ്ങൾ അയാളെ ബോധവാനാക്കേണ്ടതില്ല. അയാൾ സ്വയം അതിനെക്കുറിച്ച് അറിഞ്ഞുകൊള്ളും. അയാളെ മാനസികമായി സന്തുഷ്ടനാക്കി ഇനി എന്ത് സഹായമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. നേരിയ തോതിലുള്ള ഭയത്തിന്റെയോ അക്ഷമയുടെയോ അംശം നിങ്ങളുടെ ഭർത്താവിന്റെ രോഗമുക്തിയെ കുറിച്ചേക്കാം. ഒരു ദുർബല നിമിഷത്തിൽ നിങ്ങൾക്ക് അയാളുടെ പുതിയ സുഹൃത്തുക്കളോട് തോന്നാവുന്ന എതിർപ്പ് അയാൾ ഒരു കുടിക്ക് വേണ്ടിയുള്ള നിസ്സാരവും ഭ്രാന്തമായ ഒഴിവ് കാരണമായി എടുത്തേക്കാം. ഞങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒരിക്കലും അയാൾക്ക് കുടിക്കണമെന്ന തോന്നലില്ലാത്ത മട്ടിലാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ മെനക്കെടാറില്ല. അയാൾക്കുള്ള ഔദ്യോഗിക ചുമതലകളും അതുപോലുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ നിർവഹിക്കുന്നതിന് ചെറിയ തോതിൽ നിങ്ങളുടേതായ തോന്നൽ അയാളിൽ കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളപ്പോഴൊക്കെ വീട്ടിൽ വരാനും പോകാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് അയാൾ തോന്നത്തക്ക വിധത്തിൽ പെരുമാറുക. ഇത് വളരെ പ്രധാനമാണ്. അയാൾ കുടിച്ചു പോയാൽ അതിനെ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. ദൈവം ഒരുപക്ഷെ അയാളുടെ കുടിപ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്, അഥവാ അദ്ദേഹത്തിന് അത് തുനിഞ്ഞിട്ടില്ല. അങ്ങനെ തുനിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ വേഗം ഈശ്വരൻ അതിന് തുനിയും. അത്തരം ഒരു സ്ഥിതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും പൂർണ്ണമായ ദൈവമത വിശ്വാസികളായി മാറാം. കുടിയുടെ വീണ്ടുമുള്ള ആവർത്തനം ഒഴിവാക്കണമെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും എന്ന പോലെ ഈ പ്രശ്നവും ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടതിലധികം മാർഗനിർദ്ദേശവും ഉപദേശവും തന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ വാദോരാതെ പ്രസംഗിച്ചിട്ടുള്ളതായി നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഖേദിക്കുന്നു. കാരണം അങ്ങനെ പ്രസംഗം നടത്തുന്ന ആളുകളെ ഞങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞങ്ങൾ ബന്ധപ്പെടുത്തി സംസാരിച്ചത് പലപ്പോഴും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. ഈ വക കാര്യങ്ങളൊക്കെ വളരെ കഠിനമായ രീതിയിലും തോതിലും കൂടിയാണ് ഞങ്ങൾ പഠിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഈ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്ന് അവയെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്നും ഞങ്ങൾ ഉത്കണ്ഠയുള്ളത്. അതുകൊണ്ട് വായനക്കാരായ നിങ്ങളോട് വളരെ വൈകാതെ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നവരായ നിങ്ങളോട് ഞങ്ങൾ ശുഭാശംസകൾ നേരുകയും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായം എഴുതി കഴിഞ്ഞ
അപ്പം ഈ അത് അത് പിന്നെ വായിക്കാം. ആ അതായത് ഡിഫിക്കൽട്ട് ഫീലിങ്സ് അറൈസ് ഇൻ ദ റിക്കവറി പ്രോസസ്. അതായത് പലപ്പോഴും നമുക്ക് വൈകാരികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന വീണ്ടെടുക്കലിന്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. അതിനെ പറ്റിയാണ് പറയുന്നത്. സം ഓഫ് us ഹാവ് സ്ട്രഗിൾഡ് വിത്ത് അവർ റിസൺമെന്റ് ദാറ്റ് ലവ് ആൻഡ് ലോയൽറ്റി കുഡ് നോട്ട് ക്യൂർ അവർ പാർട്ട്നേഴ്സ് ഓഫ് ആൽക്കഹോളിസം. പലപ്പോഴും ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ ഈ നീരസം കൊണ്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കാരണം സ്നേഹവും അല്ലെങ്കിൽ ലോയൽറ്റി, അവരോടുള്ള പരിഗണനകളും ബന്ധപ്പെടലുകളും ഒന്നും അത് ക്യൂർ ചെയ്യാറില്ല, അല്ലെങ്കിൽ സുഖപ്പെടുത്താറില്ല. We don't like to think that the contents of a book or the work of another alcoholic has accomplished in a few weeks that we have tried to do for years. അതായത് പലപ്പോഴും ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിലൂടെ, അല്ലെങ്കിൽ ആൽക്കഹോളിക് വേണ്ട പ്രവർത്തനത്തിലൂടെ ചില ആഴ്ചകൾ മുന്നോട്ട് പോവുകയും പിന്നീട് അത് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയും ചെയ്യും. At those times we forget that alcoholics are illness. ആ സമയത്താണ് നമ്മൾ ആൽക്കഹോളിസം ഒരു ഇൽനെസ് ആണെന്ന് വി നെവർ ഹാഡ് എനി പവർ ഓവർ ഇറ്റ്. അതായത് വി ഫോർഗോട്ട് ദാറ്റ് ആൽക്കഹോളിസം ഇസ് ആൻ ഇൽനെസ്. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ആൽക്കഹോളിസം, മദ്യാസക്തി ഒരു രോഗമാണെന്ന കാര്യം മറക്കും. വി നെവർ ഹാഡ് എനി പവർ ഓവർ ഇറ്റ്. നമുക്ക് ഒരു ശക്തിയും ആൽക്കഹോളിസത്തിന് മുകളിലില്ല. യുവർ പാർട്ണർ will no doubt tell you that your patience and care are what led them to a place where a spiritual experience was possible. അപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സ് പലപ്പോഴും ക്ഷമയോടുകൂടി, നിങ്ങളുടെ ക്ഷമ കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള നയിക്കൽ കൊണ്ടുമാണ് ഞാനൊരു ആത്മീയ അടിസ്ഥാനത്തിലുള്ള ജീവിതം നയിച്ചത്, അങ്ങനെ സാധ്യമായതെന്ന് പറയാൻ സാധ്യതയുണ്ട്. വിത്തൗട്ട് യു ദേ വുഡ് ഗിവൺ അപ്പ് ലോങ് അഗോ. പക്ഷെ നിങ്ങളില്ലെങ്കിൽ അവർ വളരെ പണ്ട് ഇത് ഉപേക്ഷിച്ചു പോകാൻ. വെൻ യു ഹാവ് റിസൺഫുൾ തോട്ട്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നീരസമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ ട്രൈ ടു ഫോഴ്സ് ആൻഡ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അത്തരം ചിന്തകളെ ഒരു നിമിഷത്തേക്ക് നിങ്ങളൊന്ന് ഫോഴ്സ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ മദ്യാസക്തി നിർത്തിയതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കണം. ആഫ്റ്റർ ഓൾ, അതിനുശേഷം യുവർ ഫാമിലി ഈസ് റീയൂണിറ്റഡ്. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ പറയാണ്. നിങ്ങളുടെ കുടുംബം ഒന്നു ചേർന്നിരിക്കുന്നു. ആൽക്കഹോൾ ഈസ് നോ ലോങ്ങർ എ പ്രോബ്ലം. ഇതാ മദ്യം നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമല്ലാതായിരിക്കുന്നു. ആൻഡ് യു ആൻഡ് യുവർ പാർട്ണർ ആർ വർക്കിംഗ് ടുവേർഡ്സ് എ ഷെയർഡ് ഫ്യൂച്ചർ. അതായത് രണ്ടുപേരും തുല്യമായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അനദർ പ്രോബ്ലം ദാറ്റ് മേ കം അപ്പ് ഇൻ യുവർ ഫീലിങ്സ്. മറ്റൊരു കാര്യം നിങ്ങളുടെ വൈകാരികമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വികാരത്തിലേക്ക് കടന്നു വരാം. അബൌട്ട് ഹൗ മച്ച് ടൈം യുവർ പാർട്ണർ സ്പെൻഡ് വർക്കിംഗ് ഓൺ റിക്കവറി. അതായത് ധാരാളം സമയം നിങ്ങളുടെ പാർട്ണർ ഈ പറയുന്ന വീണ്ടെടുക്കലിന് അല്ലെങ്കിൽ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, സമയം ചെലവഴിക്കുന്നു. യു മേ ഫീൽ ജെലസ് ഓഫ് ദ അറ്റൻഷൻ ദേ ഗവ് ടു അതർ പീപ്പിൾ. അതായത് നിങ്ങൾ ഒരു പക്ഷെ അസൂയ ആലുക്കൾ പോലെ ആകാം. അവർ എത്രയോ സമയമാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ, മറ്റാളുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്. എസ്പെഷ്യലി ആൽക്കഹോളിക്സ്, അതായത് പ്രത്യേകിച്ച് മദ്യാസക്തരായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ വളരെയധികം സമയം ചെലവഴിക്കുന്നത്. യു ഹാവ് ബീൻ സ്റ്റാർവിങ് ഫോർ ദെയർ കമ്പനി. ഒരു പക്ഷേ അവരുടെ ഒരു സാമീപ്യത്തിനും അവരുടെ ഒരു കമ്പനിക്കും വേണ്ടി നിങ്ങൾ ഒരു പക്ഷേ സ്റ്റാർവ് ചെയ്യുകയായിരിക്കും. ആൻഡ് നൗ ദേ സ്പെൻഡ് ലോങ് ഹവേഴ്സ് ഹെൽപ്പിംഗ് അതർ പീപ്പിൾ ആൻഡ് ദെയർ ഫാമിലീസ്. മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാനും അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളെ സഹായിക്കാനും അവരുടെ കുടുംബങ്ങളെ ഒന്നിച്ചു ചേർക്കാനൊക്കെ ആയിട്ട് അവർ ലോങ് അവേഴ്സ്, ധാരാളം സമയം ചെലവഴിക്കുകയാണ്. യു ഫീൽ യുവർ പാർട്ണർ ഷുഡ് നൗ ബി യുവേഴ്സ്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കുടി നിർത്തിയ ഭർത്താവ് എപ്പോഴും നിങ്ങളുടേതായിരിക്കണം, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ലവ്ഡ് വൺസ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദ ഫാക്ട് ഈസ് ദാറ്റ് ദേ നീഡ് ടു വർക്ക് വിത്ത് അതർ പീപ്പിൾ ടു മെയിൻറ്റെയിൻ ദെയർ ഓൺ സോബറിറ്റി. അവരുടെ സ്വന്തം സുബോധാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി അവർ മറ്റുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ മദ്യാസക്തരുമായിട്ട് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ഫാക്ട്, സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. Sometimes they will be so caught up in helping others that you will feel abandoned. പലപ്പോഴും അവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് അതിൻ്റെ ഉള്ളിൽ പെടുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒറ്റപ്പെടുന്നത് പോലെ തോന്നിയേക്കാം. യുവർ ഹൗസ് മേ ബി എ ഫുൾ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അപരിചിതരായ ആളുകൾ കൊണ്ട് നിറഞ്ഞേക്കാം. യു മേ നോട്ട് ലൈക്ക് സം ഓഫ് ദം. ചിലപ്പോൾ ചില ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതിരിക്കാം. യുവർ പാർട്ണർ മേ ടോക്ക് പാഷനേറ്റ്ലി അബൌട്ട് ദെയർ പ്രോബ്ലം ബട്ട് നോട്ട് ഓൾ അബൌട്ട് യുവേഴ്സ്. ആൽക്കഹോളിക്കുകളായിട്ടുള്ള മദ്യാസക്തരായിട്ടുള്ള ആളുകളുടെ പ്രശ്നത്തിനെ പറ്റി വളരെ കരുണാർദ്രമായും സ്നേഹപൂർവ്വം സംസാരിക്കുന്ന പാർട്ണർ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരിക്കലും സംസാരിക്കാതിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഇഫ് യു പോയിന്റ് ദിസ് ഔട്ട് ആൻഡ് ഡിമാൻഡ് മോർ അറ്റൻഷൻ ഫോർ യുവർ സെൽഫ്, ദാറ്റ് വിൽ മേക്ക് തിങ്സ് വേഴ്സ്. അതായത് നിങ്ങൾ വീണ്ടും അവനോട്
കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ്, എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റിലൂടെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ദാറ്റ് വിൽ മേക്ക് തിങ്സ് വേഴ്സ്. ഇത് സാഹചര്യത്തെ കൂടുതൽ മോശാവസ്ഥയിലേക്ക്. ഇറ്റ് വുഡ് ബി എ റിയൽ മിസ്റ്റേക്ക് ടു ഡിസ്കറേജ് യുവർ പാർട്ട്നേഴ്സ് enthusiasm ഫോർ വർക്കിംഗ് വിത്ത് ആൽക്കഹോളിക്സ്. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും യാഥാർത്ഥ്യമുള്ള തെറ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ഒരു മിസ്റ്റേക്ക് ആണ്. ടു ഡിസ്കറേജ് യുവർ പാർട്ട്നേഴ്സ് enthusiasm, അതായത് നിങ്ങളുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ ആ ആഗ്രഹമുണ്ടല്ലോ, മറ്റുള്ളവരായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം, enthusiasm, അത് നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഉത്സാഹം കൊടുക്കാതെ ഒരു അധൈര്യപ്പെടുത്തുകയാണ്. മറ്റുള്ള മദ്യാസക്തരുമായിട്ട് പ്രവർത്തിക്കാനുള്ള അവന്റെ കഴിവിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ജോയിൻ ദയർ എഫേർട്ട് ആസ് മച്ച് ആസ് പോസിബിൾ യു ക്യാൻ. അതായത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള അവന്റെ പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിൽക്കാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. യുവർ പാർട്ട്നേഴ്സ് ന്യൂ ആൽക്കഹോളിക് ഫ്രണ്ട്സ് മേ ഹാവ് പാർട്ട്നേഴ്സ് ഓഫ് ദെയർ ഓൺ. നിങ്ങളുടെ കുടിക്കുന്ന നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ പുതിയ ആൽക്കഹോളിക് ഫ്രണ്ട്സിന് അവർക്കും പാർട്ട്നേഴ്സ് ഉണ്ടാവും. which suggest directing some of your energy towards them. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ ആൽക്കഹോളിക്കിനെ ശ്രദ്ധിക്കുന്നത് പോലെ ആ പുതിയ ആൽക്കഹോളിക്കിന്റെ ഭാര്യയുമായിട്ട് നിങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചുകൂടാ? അവർക്കിടെ മേലെ ഒരു ശ്രദ്ധ അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെലുത്തിക്കൂടാം? ദേ നീഡ് ദ കൗൺസിൽ. അവർക്കൊരു കൗൺസിലിംഗ് ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആൻഡ് ലവ് ഓഫ് എ പേഴ്സൺ. ചിലപ്പോൾ ഒരു സ്നേഹം ആവശ്യം ഉണ്ടാവും, ഒരു വ്യക്തിയുടെ സ്നേഹമുണ്ട്. ഹു ഹാസ് ഗോൺ ത്രൂ വാട്ട് യു ഹാവ്. നിങ്ങൾ ഒരു കാലത്ത് കടന്നുപോയിട്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആ സ്ത്രീക്ക് ഒരുപക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ ആ പാർട്ണർക്ക് നിങ്ങളുടെ ആവശ്യകത ഉണ്ടാകാം, സ്നേഹം ആവശ്യം ഉണ്ടാകാം, അവർക്കൊരു കൗൺസിലിംഗ് ആവശ്യം ഉണ്ടാകാം. യു ആൻഡ് യുവർ പാർട്ണർ മേ ഹാവ് ബീൻ ലിവിങ് അലോൺ ഫോർ ടു ലോങ്. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കുറെ കാലമായി ഈ പാതയിലൂടെ സഞ്ചരിച്ചാണ്. ഡ്രിങ്കിങ് ഓഫൺ ഐസൊലേറ്റ് ദ പാർട്ണർ ഓഫ് ആൻ ആൽക്കഹോളിക്. പലപ്പോഴും ഈ പറയുന്ന കുടി ഈ പാർട്ണറെ ഏകാന്തതപ്പെടുത്തും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തും. ദിസ് മീൻസ് യു പ്രോബബ്ലി നീഡ് എ ന്യൂ ഇൻട്രസ്റ്റ് ആൻഡ് എ ഗ്രേറ്റ് കോസ്റ്റ് ടു ലൈവ് ഫോർ. അതായത് ഇതെന്താണെന്ന് നമ്മൾ പറയുന്നതിനടുത്താൽ ഇതിപ്പോ പുതിയ താല്പര്യം അല്ലെങ്കിൽ ന്യൂ ഇൻട്രസ്റ്റ് ആൻഡ് എ ഗ്രേറ്റ് കോസ് ഓഫ് ടു ലിവ്. അതായത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവരുമായിട്ട് പുതിയ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്താലാണ് നിങ്ങളുടെ സഹോദരനെ പോലെ, അല്ലെ നിങ്ങളുടെ പാർട്ണറെ പോലെ, നിങ്ങളുടെ കൂട്ടുകാരനെ പോലെ, നിങ്ങളുടെ ഭർത്താവിനെ പോലെ, ഭാര്യയെ പോലെ മറ്റ് മദ്യാസക്തരുമായിട്ട് പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളും പ്രവർത്തിച്ചാൽ മാത്രം അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് വന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് അർത്ഥത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇഫ് യു സ്റ്റേ ഓപ്പൺ ടു ദിസ്, നിങ്ങൾ ഒരു തുറന്ന മനസ്സോടുകൂടി ഇത് നിൽക്കണം. ബോത്ത് ഓഫ് യു വിൽ അൺലോക്ക് എ ന്യൂ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ അതേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പുതിയ ആളുകളെ സഹായിക്കുന്ന ഒരു പുതിയ ന്യൂ സെൻസിലേക്ക് നിങ്ങൾ തുറന്നു വിടുകയായിരിക്കും, അൺലോക്ക് ചെയ്യുകയായിരിക്കും, പൂട്ട് തുറക്കുകയായിരിക്കും. യു ആൻഡ് യുവർ പാർട്ണർ വിൽ ബിഗിൻ ടു തിങ്ക് ഓഫ് വാട്ട് യു ക്യാൻ പുട്ട് ഇൻ ടു യുവർ ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ഹൗ മച്ച് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. അതായത് ജീവിതത്തിൽ നമ്മൾക്ക് എന്ത് എടുത്തുകൊണ്ട് പോകാമെന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ജീവിതം കൈമാറപ്പെടും. ഇൻവിറ്റബിളി യുവർ ലൈഫ്സ് വിൽ ബി ഫുള്ളർ ഫോർ ഡൂയിങ് സോ. നിങ്ങളുടെ ജീവിതം കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള വിലയേറിയതായി മാറും. യു വിൽ ലോസ് ദ ഓൾഡ് ലൈഫ്. നിങ്ങളുടെ പഴയ ജീവിതം മാറിപ്പടി ടു ഫൈൻഡ് എ ന്യൂ വൺസ് ദാറ്റ്സ് മച്ച് ബെറ്റർ. നിങ്ങളുടെ പഴയ ജീവിതത്തെക്കാൾ ഈ പുതിയ ജീവിതം വളരെ നല്ലതാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. പെർഹാപ്സ് യുവർ പാർട്ണർ വിൽ സ്റ്റാർട്ട് ദ AA പ്രോഗ്രാം ആൻഡ് ഡു വെൽ ഫോർ എ വൈൽ. അപ്പൊ ചിലപ്പോഴൊക്കെ ഈ നമ്മുടെ പാർട്ട്നേഴ്സ് ഈ AA പ്രോഗ്രാം ചെയ്യുകയും അവർ വളരെ നന്നായി പെരുമാറുകയൊക്കെ ചെയ്യുന്നതാണ്. ദെൻ കം ഹോം ഡ്രങ്ക്. ചിലപ്പോഴൊക്കെ അവര് വീണ്ടും കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നേക്കാം. ജസ്റ്റ് വെൻ തിങ്സ് വെയർ ഗോയിങ് ബ്യൂട്ടിഫുള്ളി. അതായത് എല്ലാം മനോഹരമായിട്ട് പോകുമ്പോഴും അവൻ ചിലപ്പോൾ ഇടയ്ക്ക് കുടിച്ചിട്ട് വന്നേക്കാം. ഇഫ് യു ബിലീവ് ദേ ട്രൂലി വാണ്ട് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവൻ തീർച്ചയായും കുടി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് ദിസ്. നിങ്ങൾ ഇതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. ഓൾ ദോ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് ദേ ഡിഡ്ന്റ് റിലാപ്സ്, ഇറ്റ്സ് നോട്ട് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഇവൻ റിലാപ്സ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും കുടിച്ചില്ലായിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നേനെ എന്നല്ല. ഇറ്റ്സ് നോട്ട് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. അതായത് ഇത്രയും ഇത് അങ്ങനെ സാധാരണ രീതിയിൽ സംഭവിക്കാത്ത ഒരു വലിയ കാര്യമൊന്നുമല്ല. യുവർ പാർട്ണർ വിൽ റിയലൈസ് വെരി ക്വിക്കലി. നിങ്ങളുടെ പാർട്ണർ പെട്ടെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കും, ദാറ്റ് ദേ നീഡ് ടു ബിക്കം ഈവൻ മോർ സീരിയസ് അബൌട്ട് ദെയർ സ്പിരിച്വാലിറ്റി. അതായത് ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിക്കാനായിട്ട്
പല റിലാപ്സുകളും അവനെ സഹായിക്കും. യു ഡോണ്ട് നീഡ് ടു റിമൈൻഡ് ദം ദേ ഹാവ് മെസ്ഡ് അപ്പ്. നീ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തി, അതായത് മൊത്തം നശിപ്പിച്ചു എന്ന് പറയരുത്. ദേ വിൽ നോ. അവർക്കറിയാം. ചിയർ അപ്പ് യുവർ പാർട്ണർ ആൻഡ് ആസ്ക് ഹൗ യു ക്യാൻ ഹെൽപ്പ്. സന്തോഷത്തോടു കൂടി തന്നെ അവനെ സഹായിക്കാൻ തയ്യാറാകുക. ഞാൻ എന്താണ് നിന്നെ സഹായിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുക. എനി സൈൻ ഓഫ് ഫിയർ ഓർ ഇൻടോളറൻസ്, ഏതെങ്കിലും ഭയമോ സഹനം ഓർ ഇൻടോളറൻസ്, അസഹനീയമായിട്ടുള്ള മേ ഹർട്ട് യുവർ പാർട്ണർ ചാൻസ് ഓഫ് റിക്കവറി. അതായത് വിമോചനത്തിന്റെ കാര്യത്തിലായിട്ട് നിങ്ങളുടെ ഭർത്താവിനെ അത് അങ്ങനെ കാണിച്ചാൽ, അല്ലെങ്കിൽ അസഹനീയത കാണിച്ചാൽ, ഭയം കാണിച്ചാൽ, അത് അവന്റെ മോചനത്തിന് സഹായിക്കുകയില്ല, വീണ്ടെടുക്കുന്നതിന് സഹായിക്കുകയില്ല. ഇഫ് ദേ ഫീൽ വീക്ക് ഓർ വറീഡ്, അവർക്ക് ബലഹീനമായിട്ടും ദുഃഖമായിട്ടും തോന്നുന്നു, ദേ മേ ഡിസൈഡ് ദാറ്റ് യുവർ ഡിസ്ലൈക്ക് ഓഫ് ദെയർ ഡ്രിങ്കിങ് ബഡീസ് ഈസ് ആൻ എക്സ്ക്യൂസ് ടു ഡ്രിങ്ക്. അതായത് നിങ്ങൾ ഒരു പക്ഷേ അവന്റെ കുടിക്കൂട്ടുകാരെ പറ്റി കുറ്റം പറയുകയും അവരെ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ പെരുമാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു കുടിയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ന്യായീകരണമായിട്ട് എടുത്തേക്കാം. അറ്റ് we never try to arrange a person's life to shield them from temptations. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരിക്കലും 2 പ്രാവശ്യം നെവർ ട്രൈ ടു അറേഞ്ച് എ പേഴ്സൺസ് ലൈഫ്, ഒരാളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഷീൽഡ് ദം ഫ്രം ടെംപ്റ്റേഷൻ, അതായത് പ്രലോഭനങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ഷീൽഡായിട്ട് പ്രവർത്തിക്കണം. ഡ്രിങ്കേഴ്സ് ഓൾവേസ് നോട്ടീസ് ദാറ്റ്. ഏത് കുടിയിലും അവരെ തിരിച്ചറിയാൻ കഴിയും. ഇഫ് യു ട്രൈ ടു സെറ്റ് അപ്പ് യുവർ പാർട്ണേഴ്സ് അപ്പോയിന്റ്മെന്റ്സ് ഓർ പ്ലാൻസ്, നിങ്ങൾ ഒരു പക്ഷേ പാർട്ണറുടെ പ്ലാനുകളും പദ്ധതികളും അപ്പോയിന്റ്മെന്റുകളും എല്ലാം ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്യണം. സോ ദേ വോണ്ട് ബി ടെംപ്റ്റഡ് ടു ഡ്രിങ്ക്, ദേ വിൽ നോ. അവരെ ഒരിക്കലും കുടിയിലേക്ക് പോകാൻ സാധ്യതയില്ല, അത് അവർക്കറിയാം. ഇൻസ്റ്റഡ് മേക്ക് ദം ഫീൽ അബ്സല്യൂട്ട്ലി ഫ്രീ ടു കം, എപ്പോ വേണമെങ്കിലും കടന്നു വരാം. ആൻഡ് ഗോസ് ഹാസ് ദേ വിഷ്. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. എപ്പോ വേണമെങ്കിലും ഭവനത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാം, പോകാം എന്നുള്ള ഇതാണ് ഇമ്പോർട്ടന്റ്, പ്രധാനമാണ്. ഇഫ് ദേ ഗെറ്റ് ഡ്രങ്ക്, അവർ വീണ്ടും കുടിക്കണം. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതില്ല. Their higher power has either removed your partner's liquor problem. വലിയ ശക്തിയാണ്, ഉന്നത ശക്തിയാണ് അവന്റെ ലിക്വർ പ്രോബ്ലം എടുത്തു മാറ്റേണ്ടത്. ഓർ നോട്ട്, അല്ലെങ്കിൽ എടുത്തു മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യേണ്ടത്. ഇഫ് നോട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഫിഗർ ദാറ്റ് ഔട്ട് റൈറ്റ് അവേ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ നേരിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ദെൻ യു ആൻഡ് യുവർ പാർട്ണർ ക്യാൻ ടാക്കിൾ ദ ഇഷ്യൂ ടുഗദർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന പ്രശ്നങ്ങളെ ഒന്ന് ചേർന്ന് പരിഹരിക്കും. ഇഫ് എ റിലാപ്സ് ഈസ് ടു ബി പ്രിവെന്റഡ്, പ്ലേസ് ദ പ്രോബ്ലം എലോങ് ദ എവരി എൽസ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. അപ്പോൾ റിലാപ്സിനെയും മറ്റേതൊരു പ്രശ്നങ്ങളെയും ദൈവത്തിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നത് പോലെ തന്നെ റിലാപ്സിനെയും ദൈവത്തിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുക. വി റിയലൈസ് ദാറ്റ് വി ഹാവ് ഗിവൺ യു എ ലോട്ട് ഓഫ് ഡയറക്ഷൻ ആൻഡ് അഡ്വൈസ്. ഇപ്പോ ഇതിനോടകം തന്നെ ധാരാളം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഞങ്ങൾ നൽകിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വി മേ ഹാവ് സൗണ്ടഡ് ലൈക്ക് വി ആർ ലെക്ചറിങ്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിക്കാണും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇഫ് ദാറ്റ്സ് ദ കേസ്, അങ്ങനെയാണെങ്കിൽ വി ആർ സോറി, ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ബിക്കോസ് വി അവർ സെൽഫ് ഡോണ്ട് ഓൾവേസ് എൻജോയ് പീപ്പിൾ ഹു ലെക്ചേഴ്സ് us. ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബട്ട് വാട്ട് വി ഹാവ് ടോൾഡ് യു ഈസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്. സം ഓഫ് ഇറ്റ് പെയിൻഫുൾ, ചിലതെല്ലാം വേദനാജനകമാണ്. വി ഹാവ് ടു ലേൺ ദം those things we hard away. പലപ്പോഴും ഇത്തരമായിട്ടുള്ള കഠിനമായിട്ടുള്ള വഴികളിലൂടെ പല കാര്യങ്ങളും ഞങ്ങൾ പഠിക്കേണ്ടിയിരുന്നു. ദാറ്റ് ഈസ് വൈ വി ആർ ആൻഷ്യസ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ദാറ്റ് യു അവോയ്ഡ് ദിസ് unnecessary difficulties. അപ്പൊ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഒഴിവാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. സോ ടു യു ഔട്ട് ദെയർ ഹൂ മേ സൂൺ ബി വിത്ത് us, we say good luck and God bless you. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് എല്ലാ ശുഭാശംസകളും നേരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായം കഴിഞ്ഞ് ഒന്ന് വായിക്കാവോ റോമലെ ഫുട് നോട്ട്? ഈ അധ്യായം കഴിഞ്ഞ 13 വർഷങ്ങൾക്ക് ശേഷമാണ് അൽ-അനോൺ ഫാമിലി ഗ്രൂപ്പ് എന്ന കൂട്ടായ്മ രൂപീകരിച്ചത്. ആൽക്കഹോളിക് അനോണിമസിൽ നിന്ന് പൂർണ്ണമായി വേറിട്ട് നിൽക്കുന്നതാണ് അതെങ്കിലും ആൽക്കഹോളിക്സിന്റെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, മറ്റ് ആൽക്കഹോളിക്സുമായി അടുത്ത് ബന്ധപ്പെട്ടവർ എന്നിവർക്കുള്ള മാർഗദർശിയായി AA പ്രോഗ്രാമിന്റെ പൊതുതത്വങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ പേജുകൾ ഭാര്യമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണെങ്കിലും മേൽപ്പറഞ്ഞ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അത് സൂചിപ്പിക്കുന്നു. കൗമാരപ്രായക്കാരായ അമിത മദ്യപാന രോഗികളുടെ കുട്ടികളുടെ സംഘടനയായ അൽ-അനോണിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ പ്രാദേശിക ടെലിഫോൺ ഡയറക്ടറിയിൽ അൽ-അനോൺ എന്ന സംഘടനയെക്കുറിച്ച് യാതൊന്നും കാണുന്നില്ലെങ്കിൽ താഴെ പറയുന്ന വിലാസത്തിൽ എഴുതിയാൽ അത് അൽ-അനോൺ ഫാമിലി ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാവുന്നതാണ്. വേൾഡ് സർവീസ് ഓഫീസ്, ബോക്സ് 182, മാഡിസൺ സ്ക്വയർ സ്റ്റേഷൻ, ന്യൂയോർക്ക്
NY10159. താങ്ക് Thank യു. you. അപ്പോൾ ടു വൈബ്സ് എന്നുള്ള ഈ അധ്യായത്തിലൂടെ നമ്മൾ കടന്നുപോയിരിക്കുന്നു. ഇനി അതിലേക്കുള്ള മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ആഴ്ചയൊക്കെ റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത അധ്യായങ്ങളിലൂടെ കടന്നു പോകാം. ഇന്ന് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.